ജയിൽ പുള്ളികളിൽ അത്ര പോലും സൺ എക്സ്പോഷർ ആർക്ക് കിട്ടുന്നില്ല. നമ്മൾ ഇപ്പോഴത്തെ വളർന്നു വരുന്ന ജനറേഷൻ കിട്ടുന്നില്ല. സത്യം പറയണെന്ന ജയിലിൽ നിന്ന് ഏറ്റവും വലിയ പിള്ളേരെ പിടിച്ച് അതിലിടുന്നതാവും ഭേദം, സത്യം പറയണ കേട്ടാ. കാരണം അവർക്ക് അവിടെ ഒന്നുമില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാത്തിനും ലിമിറ്റഡ് ആണ് അവിടെ. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻഡോർ ജനറേഷൻ. ഇൻഡോർ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ അതായത് ഇൻഡോറിൽ, അതായത് ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷൻ അവർ കൂടുതൽ ഇൻഡോർ ആയിട്ടുള്ള അവർ വീട്ടിനുള്ളിൽ 4 ഉള്ളിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് ഇൻഡോർ ജനറേഷൻ, അല്ലെങ്കിൽ ഇൻഡോറിൽ വീട്ടിനുള്ളിൽ താമസിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ ഒരു ജനറേഷനായിട്ട് കാണുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ അതിൽ മിക്ക ആൾക്കാർക്ക് അതിൻ്റെ റെലവൻസി എന്താണ്, ഇപ്പോൾ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കില്ല, എന്തുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കണം. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ എല്ലാ വീട്ടിലും, നമ്മളെ വീട്ടിൽ പോലും നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ്റെ മോനെ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇതിൻ്റെ എക്സാമ്പിളുകൾ, ചെറിയ ചെറിയ എക്സാമ്പിളുകൾ, വലിയ വലിയ എക്സാമ്പിളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും വലിയ റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഈ ഒരു ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ പറയണമെന്നുണ്ട്. അതായത് പാരൻസിന് അവയർനെസ് ക്ലാസ് കൊടുക്കണം, അതേപോലെ ഒരു സംഭവം. ഒരു കുട്ടി, ആ കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് ഇതും കൊടുത്ത് കുട്ടി ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തിന്നുന്നില്ല. ഫോണൊന്ന് മാറ്റിച്ച് കരച്ചിൽ പറഞ്ഞാൽ അമ്മാതിരി കരച്ചിൽ. ഫോൺ നോക്കുന്നു, കുട്ടി ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞ് അവസാനം ഞാൻ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അതായത് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കുമല്ലോ, അപ്പൊ അതിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടി മൊബൈൽ നോക്കി. അപ്പൊ ഞാൻ കുട്ടിയുടെ അടുത്ത് പോയി, മോളെ മൊബൈൽ നോക്കണ്ട, ഫോൺ നമുക്ക് ഒന്ന് ജസ്റ്റ് നടക്കാം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് പറഞ്ഞാൽ പാർക്കാണ്, അപ്പൊ അവിടെ പോയി കളിക്കുക, അതേപോലെ സംഭവങ്ങളാണ് പറഞ്ഞു. ഫോണ് മേടിച്ച കാറില് പിന്നെ ചെറിയ അടിച്ചില്ല എന്ന് മാത്രം. ആ ഒരു രീതിയിലാണ് അവര് പോകുന്നത്. അത്രയും ചെറിയ പ്രായമാണ്. ഇപ്പൊ ഈ റെലവൻസിയുടെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇത് ഇത്ര വലിയ റെലവൻ്റ് ആയിട്ട് എടുക്കേണ്ട കേസാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്നാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു 70% മേളിലുള്ള ആൾക്കാരും യൂത്താണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് തന്നെ ഒരു ടോപ്പ് 1 കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള എഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാ, പകുതി മുക്കാ യൂത്ത്സും ഇൻസ്റ്റാഗ്രാമിൽ അഡിക്റ്റഡാ, ഫേസ്ബുക്കിൽ അഡിക്റ്റഡാ, മനസ്സിലായോ? പക്ഷെ ഇതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ ചൈന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇൻസ്റ്റാഗ്രാം അൽഗോരിതം അല്ല ഇപ്പോൾ ഇവിടെ നടക്കണേ, മനസ്സിലായോ? കാരണം അവിടെ പറയുമ്പോൾ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്കാണ്. അപ്പൊ അതേപോലെ തന്നെ അവരുടെ രാജ്യം അങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്യണമുണ്ട്. സത്യം. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അവിടുത്തെ അൽഗോരിതം ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം അതൊക്കെ കാരണം നമ്മൾ മെയിൻ ഒരു ടോപ്പിക് ഇടാൻ കാരണം അവരുടെ ഇത് നോക്കുമ്പോൾ ഫുൾ അവർക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവർക്കത് കണ്ടാൽ തന്നെ ആകും നമുക്കിത് അച്ചീവ് ചെയ്യണം, നമുക്ക് ഇതിലോട്ട് എത്തണം. ഇവിടെ എന്തായാലും റീൽ പറഞ്ഞാൽ മറ്റേ ആള് കുലുക്കുന്നതും ഡാൻസ് കളിക്കുന്നതാണ് സാധനം റീലായതിന്. അതെ അതെ. എന്നിട്ട് ചെറിയ കുട്ടികൾ വരെ അതിൽ കയറിപ്പോവും. കാരണം ഒരു ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ റീലാണ് നമ്മൾ അതിൽ കാണുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രയും ചെറുപ്രായത്തിൽ അത് പഠിക്കേണ്ട കുട്ടി, കളിച്ച് വളരേണ്ട കുട്ടി, അത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ട് ആ ഒരു ഫണ്ട് തരുന്നത് ആവശ്യമില്ല. അതും ആ ഒരു വീഡിയോക്ക് കിട്ടുന്ന റീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതി. കാരണം ഇത് കാണുന്ന പല രീതിയിലുള്ള ആൾക്കാരാണ്. അതിന്റെ ഇടയ്ക്ക് അതിനൊരു കമന്റ് ഇടാൻ വരുന്ന ഈ കമന്റ് ഇടുന്നവരുടെ വിചാരം ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞ് ഇതിന് ഇത്ര ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാ, എന്തോ അച്ചീവ് ചെയ്തെന്നുള്ള രീതിക്കാ. കാരണം അത് കുട്ടിയിൽ അത്രയും ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണത്. ആ കുട്ടിയുടെ ഞാൻ പറയില്ല, ഒരു ചെറിയ കുട്ടി ആയിക്കോട്ടെ, ഒരു ചെറിയ പെൺകുട്ടി ആൺകുട്ടി ആരായിക്കോട്ടെ, അവര് റീൽ ഇടുന്നത്. കാരണം അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് അത്രയും ചെറുപ്രായത്തിൽ ഈ ഒരു സംഭവങ്ങൾ ചെയ്യേണ്ട ഒരു പ്രായമല്ല അത്. പറഞ്ഞാൽ അവർക്ക് പഠിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതേപോലെ ഒരുപാട് ആക്ടിവിറ്റി, കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരെ കണ്ടുമുട്ടുക, സംസാരിക്കുക, പുറത്തു പോവുക, കളിക്കുക, അതേപോലെ സംഭവങ്ങളിൽ ഏർപ്പെടേണ്ട. പക്ഷെ അതിനൊരു കുട്ടികൾ റീൽ ഇടുന്നു. ഇതിന്റെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നവർ പല രീതിയിലുള്ള ആൾക്കാരാണ്. എക്സാമ്പിൾ പെഡോ അവര് കാണും, അതുപോലെ പല രീതിയിലുള്ള ആൾക്കാർ പല കണ്ണിലൂടെ കാണും. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിലേക്ക് കിടക്കുമ്പോൾ മെയിനായിട്ട് പറയേണ്ടത് പറഞ്ഞാൽ, അതായത് നമ്മളൊരു ചൈൽഡ്ഹുഡ്, നമ്മളെങ്ങനെയാണ് വളർന്നു വന്നത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ കുട്ടികളുടെ സാഹചര്യം, നമ്മളെ സാഹചര്യം പറയണത് എങ്ങനെയായിരുന്നു, നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, നമ്മൾ കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോണ്, അല്ലെങ്കിൽ ഇപ്പം മരം കയറാൻ പോകണം, അങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു കുട്ടിക്കാലം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കുറേ പല ആക്ടിവിറ്റീസ്, ഫുൾ ഔട്ട്ഡോർ. നമ്മൾ മിക്ക സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താവും, വീട്ടിന്റെ ഉള്ളിലേ ഉണ്ടാവില്ല. നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി വഴുകി വരും, അല്ല അങ്ങനെ ആയിരുന്നു.
ഞാൻ ഇപ്പോൾ അടുത്തൊരു മീം കണ്ടിരുന്നു, ഞാൻ ഓർക്കുന്നത്. അത് പണ്ട് അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, അതായത് വഴിയിൽ പോയി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരാണ്. ഇപ്പം ആ ഒരു മീം പോലെ കാണിച്ചതാണ്. അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തിരിച്ച് കുട്ടികളെ വീട്ടിൽ നിന്ന് ഇതാക്കുക, അതായത് മൊബൈൽ പിടിച്ചിരിക്കുന്ന കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അമ്മമാർ നോക്കുന്നത്. ആ ഒരു ജനറേഷൻ്റെ വ്യത്യാസം. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുള്ള ഒരു ഒന്നും വേണ്ട, കളിച്ചില്ല, ഒന്ന് പുറത്തിറങ്ങി നടക്കുക. അന്നത്തെ ഗെയിമുകൾ, അന്നത്തെ നമുക്ക് അറിയണ ഗെയിമുകൾ ഇഷ്ടം പോലെ ഗെയിമുകളുണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേ കള്ളനും പോലീസ്, അതേപോലെ തന്നെ നമുക്ക് കൂടി ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഗെയിമുകൾ. കുട്ടിയും കോലും. കുട്ടിയും കോലും, അങ്ങനെ ഇഷ്ടം പോലെ ഗെയിമുകൾ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കസിൻസ് കൂടുമ്പോഴുള്ള ഗെയിമുകൾ പലതരം. ഇപ്പം നമ്മൾ തന്നെ പോട്ടെ, അന്താക്ഷരി, അങ്ങനെ ഇഷ്ടംപോലെ ഗെയിമുകൾ ഒരു ഭാഗത്ത്. പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനത്തെ സ്പോർട്ട് കുറച്ചും കൂടി ഒന്ന് ടീം ഗെയിം വെച്ച് നോക്കും കുറേ അങ്ങനത്തെ ഗെയിമുകൾ. അങ്ങനത്തെ ഗെയിംസ് കളിച്ചാണ് ഈ സോഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. പിന്നെ ഭയങ്കരമായിട്ടുള്ള എന്താണ് പറയുക, മൈൻഡ് എൻഗേജ് ചെയ്യുന്ന ഒരു ഗെയിമുണ്ട്. ഇപ്പോൾ ഒരു ഓർമ്മ ഗെയിം പറഞ്ഞാൽ ഒരു 3 കല്ല് നീക്കി കളിക്കുന്ന ഒരു ഗെയിം. അതൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ബ്രെയിൻ ടീസ് ചെയ്യുന്ന ഗെയിമുകളാണ്. അപ്പം അതുപോലത്തെ ഗെയിമുകൾ, അങ്ങനെ ഇഷ്ടംപോലെ ഗെയിമുകൾ ഫിസിക്കലായിട്ട്. പിന്നെ മറ്റേ ഒരു കല്ലെടുത്ത് മോളിക്കുക, എന്താ പറയുക, അങ്ങനെ അതിനൊക്കെ കോൺസെൻട്രേഷൻ വേണം. അപ്പം അതുപോലെ കുറേ പല രീതി നമ്മുടെ ബ്രെയിന് പല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതായത് നമ്മളൊരു ബ്രെയിനിൽ ഇപ്പൊ റിലവൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലും റിലേറ്റഡ് ചെയ്താൽ തോന്നുന്നു. കാരണം നമ്മുടെ ഒരു ബ്രെയിനിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ കുട്ടികളുടെ ഒരു ഇത് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ അപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. എന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ബ്രെയിന് പറയുമ്പോൾ അതിന് നല്ലത് ഏതാ ചീത്തത് ഏതാ തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. അതാണ് ബ്രെയിൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ആ ചെറുപ്രായത്തിന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അതേപോലെ കൊണ്ടുവന്നാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അതിനു പകരം ജസ്റ്റ് റീൽ സ്ക്രോൾ ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, അതിടുന്നു, ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് എടുക്കുമ്പോൾ പാരന്റ്സ് കാണുമ്പോ ഫണ്ണല്ലേ, പക്ഷെ അത് ഭാവിയിൽ ഭയങ്കര എല്ലാവരും ചെയ്യുന്നല്ലേ എന്നുള്ള രീതിക്കാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ അതിന്റെ ഒരു ലോങ് ടൈം ആയിട്ടുള്ള എഫക്റ്റ് ആരും ശ്രദ്ധിക്കാതെ പോവാ. ഇപ്പോഴത്തെ ഒരു യൂത്ത് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ. ഇപ്പോഴത്തെ ഒരു ഇൻഡോർ ജനറേഷൻ നമ്മൾ പറയുന്ന ടോപ്പിക് മെയിനായിട്ട് പറയുന്നത് അതാണല്ലോ. അപ്പം ഇപ്പോഴത്തെ യൂത്ത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, മൊബൈലിനോട് ഗ്ലൂഡ് നമ്മൾ പറയും. ഗ്ലൂഡാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൂടി കടന്നിട്ട് നമ്മൾ പറയേണ്ടത്. അതിനൊരു ഗ്ലൂഡ് എന്ന് പറയും. അതായത് അതിനോട് ഒട്ടിപ്പിടിച്ചിട്ട് എപ്പോഴും ഫോം അടപ്പം, നേരത്തെ പറഞ്ഞ ഫോം ക്രേവിംഗ് ആയിട്ട് ദേഷ്യം കയറി അത്രക്കും എന്താ പറയുക, മൊത്തത്തിൽ അവർക്ക് മെന്റലിയും എല്ലാ രീതിയിലും അവർക്കത് വേണം. നമ്മൾ മറ്റേ കള്ളു കുടിക്കാത്ത ആൾക്കാർ വിത്ഡ്രോവൽ സിംറ്റം കാണിക്കണ പോലെ തന്നെ ഇവർക്കും വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും ഇവർക്കും. ഇത് മറ്റേ നിങ്ങൾ തീവണ്ടി സിനിമ കണ്ടിട്ടില്ലേ, അതിൽ പറയണുണ്ട് മറ്റേ ഏത് മുക്കിലും മൂലക്ക് കിട്ടുന്ന ഒരു സിഗരറ്റിന്റെ അഡിക്ഷൻ മാറ്റാൻ ഭയങ്കര പാടാ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഒരു പെട്ടിക്കട എന്നല്ല വാങ്ങണ സാധനങ്ങൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിന്റെ മൂലയ്ക്ക് സാധനം ഇരിപ്പുണ്ട്, അച്ഛൻ്റെ കയ്യിൽ അല്ല അമ്മയുടെ കയ്യിൽ അല്ല ചേട്ടൻ്റെ കയ്യിൽ ചേച്ചിയുടെ കയ്യിൽ. ഇത് തരുന്ന അഡിക്ഷൻ മാറ്റണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റണം. പക്ഷെ അതാ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള കാര്യം. ഈ ഒരു അഡിക്ഷൻ മാറ്റാണ് ഏറ്റവും പാട്. കോട്ട് കേട്ട് ഓർക്കുന്നുണ്ട്, അതായത് ഇഫ് സംതിങ് ഈസ് ഫ്രീ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. സത്യം. അതേപോലെ തന്നെ ഒരു കാര്യം ഫ്രീ ആണെങ്കിൽ അപ്പോൾ യു ആർ ദ പ്രൊഡക്റ്റ്. ആ ഇൻസ്റ്റാഗ്രാമത്തെ റീൽ ഫ്രീ ഡോപ്പമിൻ ആണ്. കാരണം അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ജസ്റ്റ് ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. 24 hours സ്ക്രോൾ ചെയ്ത റീല് വരും, നെറ്റ് തീർന്നാ നിൽക്കും. നെറ്റ് തീരാന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രീ വൈഫൈ തരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ മറ്റേ ബസ് സ്റ്റാൻഡ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് നോക്കുകയാണെങ്കിൽ എന്താണ് അൺലിമിറ്റഡ് ആണ്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് കംപ്ലീറ്റ്ലി റിസ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഒരു രീതിക്കുള്ള അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. മൊത്തം ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ അവർ എന്ത് ഫുട്ബോൾ കളിക്കണത്, പെസ് അങ്ങനത്തെ ഗെയിമുകളാണ് കളിക്കുന്നത്. എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഗെയിമുകൾ, ക്രിക്കറ്റ് ആണെങ്കിലും അങ്ങനത്തെ റിയൽ ക്രിക്കറ്റ് അങ്ങനത്തെ ഗെയിമുകൾ അവർ കളിക്കും. നമ്മുടെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും പെസ്സിലൊരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവം പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലും ഫുട്ബോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഫുട്ബോൾ റിയൽ ടൈം കളിക്കുന്നവരും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഭൂരിഭാഗം പേരും ഈ ഫുട്ബോള് ഫോണിൽ കളിക്കുന്നവരാ. പക്ഷെ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും തന്നെ കാണത്തില്ല. എന്തിനു പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് തന്നെ വേണേ പറയാം. നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് അത് കാൽക്കുലേറ്റ് റെക്കോർഡിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. ഇതിൽ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യൻ, എനിക്ക് മറന്നു 10 മിനിറ്റ് റെസ്റ്റ് വേണം, കുറച്ച് റീല് കാണട്ടെ, റെസ്റ്റ് അതാണ്. അതിങ്ങനെ കണ്ടിരിക്കും, റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് എല്ലാം ചെയ്തു. നമ്മള് ടീച്ചറെ വെയിറ്റ് ചെയ്തിരിക്കും, അവടുത്തു പെസ് കളിക്കാൻ തുടങ്ങി. വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല അവന്. അതാണ്
ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഒരാളോട് നമ്മൾ പറയാം, ജസ്റ്റ് ഒരു ആവറേജ്, ഇന്നത്തെ ഒരു ആവറേജ് ഒരു മനുഷ്യനോട് നമ്മൾ പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ മൊബൈലും ഒന്നും ഇല്ലാണ്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ എവിടെയാണ് ഇരിക്കണത് അവിടെ ഇരിക്കുക, ഒരു അരമണിക്കൂർ നിങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുക പറയുമ്പോൾ അവർ അത് സ്റ്റക്കായി നിൽക്കണം. അതേപോലെ ഒരു മതിലിനോട് നോക്കി, മതിലിനെ മാത്രം നോക്കിയിട്ട് ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ട് അരമണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും? അത് നമ്മൾ അറ്റൻഷൻ സ്പാൻ എന്ന് പറയാം. എത്ര ആൾക്കാർ നിൽക്കാൻ പറ്റില്ല. നമ്മൾ എക്സാമ്പിൾ പറയണേ, എക്സാം ഹാളിൽ 3 മണിക്കൂറിൻ്റെ എക്സാമിന് നമ്മൾ അരമണിക്കൂർ എഴുതി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ ഒരുമാതിരിയായിട്ട് നമുക്കിങ്ങനെ തോന്നും. പോകാൻ പറ്റുമോ? ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ടീച്ചർമാർ, ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോയി, ഉറങ്ങാൻ സമ്മതിച്ചില്ല പിന്നെ നമുക്കുള്ള ആകെ ഓപ്ഷൻ എന്തായി, ബോറടിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തുള്ള നേച്ചർ. സത്യം പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ വളരെ വളരെ നല്ലൊരു സംഭവമാണ്. ബോറടിച്ച് നമുക്ക് എന്തെങ്കിലും പഠിച്ച് എവിടെയെങ്കിലും കത്തും. ഞാൻ സാധാരണ എക്സാമുകളിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഓരോ സിനാരിയോസ് നമ്മളിങ്ങനെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ്മെന്റ് സംഭവങ്ങളാണ്. എല്ലാവരും ഓരോ കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഡോക്യുമെന്ററി കേട്ടതാ. അതായത് ഒരാളിങ്ങനെ ഒരു ബോറടിച്ചിരിക്കുമ്പോൾ ആ ബോർഡം തലയ്ക്കകത്ത് ഇങ്ങനെ ശരിക്ക് കിക്കാവുമ്പോഴായിരിക്കും പുള്ളിയുടെ അകത്തൊരു പാഷൻ പുറത്തേക്ക് വരിക. അതായത് ഒരാളുടെ അകത്ത് ഇങ്ങനെ റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടെന്ന് അറിയുന്നപ്പോഴാണ് പുള്ളി അത്രയും ബോറടിച്ചിട്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പുള്ളിയുടെ അകത്തുനിന്ന് വരുന്ന സാധനമാണ് പാഷൻ. അങ്ങനെ ഇരുന്നൊരു പാഷൻ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊന്നും ചുമ്മാ ഇരിക്കണില്ല, അവരെന്നെയാണ് റീൽസ് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത കണ്ടന്റ് കയറും പോവും. ബ്രെയിൻ റോട്ട് ആവുകയാണ്. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്, അതായത് ഇങ്ങനത്തെ ഒരു ജനറേഷൻ ഉണ്ടായി വരാൻ. ഇപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ജനറേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടായി. ഇപ്പോൾ നമുക്കത് ഇതാക്കാൻ പറ്റില്ല. അത് ഉണ്ടായി വരാനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടെക്നോളജീസ്. കാരണം അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക, ലിമിറ്റ്ലെസ് ആയിട്ട് വരിക, ഒന്നിലും ലിമിറ്റ് ഇല്ല. അപ്പോൾ എന്താ ചെറിയ റെസ്ട്രിക്ഷൻസ് അവർ പേരിന് വെക്കും. എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ റെസ്ട്രിക്ഷൻസ് ഒരു പേരിന് വെക്കും. പക്ഷെ അവർക്ക് എന്താ 18+ കൊടുക്കാം. അതായത് മെയിലും അതേപോലെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുത്താൽ അവർക്ക് സുഖമായി കയറാം. അത് അതിലേക്കുള്ള ആക്സസ് കിട്ടും. അത് ആ ഒരു ഇതിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നത് സെർച്ച് ചെയ്താൽ അത് തന്നെ കാണിച്ചു തരും. അതേപോലെ ചെയ്താൽ മതി. പിന്നെ കൊറോണയുടെ സമയത്ത് എല്ലാ കുട്ടികൾക്കും ഈ ഒരു സംഭവം കയ്യിൽ കിട്ടി. ചെറിയ കുട്ടികൾക്കാണ്, വലിയ കുട്ടികൾക്കാണ്, നഴ്സറി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അവരെന്തായി മൊബൈൽ കൊടുക്കുക. സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലാണ്ടാണെങ്കിലും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ കൊടുക്കുകയാണ്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല അവരെ പഠിപ്പിക്കാൻ. അപ്പോൾ ടീച്ചർമാർ, ഇപ്പോൾ നഴ്സറി കുട്ടികളാണെങ്കിൽ പോലും ടീച്ചർമാർ പറയണത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി നമ്മുടെ മൊബൈലാണെങ്കിൽ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി മൊബൈൽ കിട്ടും. ഈ മൊബൈൽ കിട്ടുമ്പോൾ അവരെന്താ സ്വാഭാവിക ക്ലാസ് കേൾക്കാത്ത സമയത്ത് അവർ മൊബൈൽ കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും, റീൽസ്, ഷോർട്സ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അവർ അതിലേക്ക് വരും. അവർ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്ത് പോകാൻ ആ ഒരു ടൈമിലുള്ള ബോറടി മാറ്റാൻ അങ്ങനെ അവർ പല രീതിയിലോട്ടും അവർ കടന്നു പോകും. കാരണം ഒരു ബോറടി ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ട്, ബോറടി മാറും. ഡോപ്പിന് അവിടെ ഇങ്ങനെ സ്പൈക്ക് ആയിക്കൊണ്ടിരിക്കും. ഓരോ ടൈമിലും ഡോപ്പിന് റിലീസ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഫ്രീ ആയി കിട്ടുന്ന ഡോപ്പമിനാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഓഫ് ടോപ്പിക് ആണ്, പക്ഷെ നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. ഈ മെട്രിക്സ് എന്ന് പറയുന്നില്ലേ, അതായത് ഒരു മെട്രിക്സ് ഉണ്ട്, അതിലേക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തുക, അതുവഴി എല്ലാവരെയും കൺട്രോൾ ചെയ്യുക. ശരിക്കും ഈ കൊറോണ വന്നിട്ട് എല്ലാവർക്കും ഫോൺ കൊടുത്ത് ഈ മെട്രിക്സിന്റെ ഒരു കളിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ വേറെ രീതിയിൽ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസും ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയല്ലോ. കാരണം നമുക്ക് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് കൂടുതലായി. അപ്പം അതിലേക്ക് ആക്കാൻ വേണ്ടി, ആ ഒരു ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിത് പറയാൻ വേറെ വലിയ വിഷയം കേട്ടോ. നമ്മൾ പലതും ചുരുളഴിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ. നമുക്ക് ഇനി അടുത്ത പോഡ്കാസ്റ്റ് ഇതിന്റെ പേര് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്കത് ഫോക്കസ്ഡ് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ അത് 7 മിനിമം ഇപ്പോഴത്തെ ആവറേജ് യൂത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആവും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ആവറേജ് നമ്മൾക്ക് അങ്ങനെ ആവുന്നതുകൊണ്ട് കുഴപ്പമുള്ളതല്ല, കാരണം നമ്മൾ ഓൾറെഡി ബ്രെയിൻ ഡെവലപ്ഡ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ആവറേജ് ദിവസത്തെ കണക്കെന്ന് പറഞ്ഞാൽ 7 മണിക്കൂറിന് മുകളിലാണ്. അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. റാൻഡമായി എടുത്ത് പറയുന്നില്ല, സ്റ്റഡി വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. സ്റ്റഡീസ് പറയണമെന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ കൂടുതലാണ്. അത് വലിയൊരു പേടിപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ 7 മണിക്കൂർ കൂടുതൽ വരുമ്പോൾ ചില ആൾക്കാർ 14 മണിക്കൂറോ അതിന് മുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 7 മണിക്കൂർ ആവറേജ് ആവുള്ള കാരണം തന്നെ അവർ സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ്. സ്കൂളിൽ പോകാത്ത കാരണമാണെങ്കിൽ അതിലും ഇരട്ടിയാവും. പ്രത്യേകിച്ച് വെക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി വെക്കേഷനിൽ എന്താ അവർ കാട്ടുന്നത്, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ പറയും, അതായത് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് അവർ പറയും വെക്കേഷൻ തീർന്നത് അറിഞ്ഞില്ല. എങ്ങനെ അറിയും? ഫോണിൽ തന്നെ. അതെ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയണമെന്ന് പേരൻസിൻ്റെ, അതായത് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ വേറെ ഒരു മെയിനായിട്ടൊരു കൺസേൺ പറയണമെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ ഇതിൽ എന്ന് പറയുമ്പോൾ
തീരെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. അതായത് കുട്ടികളിപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എത്രത്തോളം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, എന്താണ് അവർ കാണുന്നത്, ഇതൊന്നും പേരൻസ് അറിയണില്ല. കാരണം ഈ കുട്ടികളുടെ ഒരു ബിഹേവിയറിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പേരൻസിന്റെ പാരന്റിങ്ങിലൂടെയാണ് അത് വളർന്നു വരുന്നത്. ഇപ്പൊ ഏതൊരു ബിഹേവിയർ ആയിക്കോട്ടെ, പോലെ അവൻ ചെയ്യുന്ന ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം അവരുടെ ഇതുപോലെ ഇരിക്കും. അവരവരെ കൺസേൺ ചെയ്യുന്നില്ല, അവർ നോക്കുന്നില്ല. അപ്പൊ പിന്നെ അവർ പോയി മീൻസ് അവരുടേതായ ഒരു ലോകത്തോട്ട് വരും. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ഒരു കുട്ടി എന്തൊരു പ്രശ്നം ഉണ്ടായി, അതൊരു പാരന്റിനോട് വന്ന് പറയുക വിചാരിച്ചോ. ഒരു പാരന്റ് ഫോൺ നോക്കിയിരിക്കുക, അപ്പൊ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അന്നേരം അവൻ എന്താ വിചാരിക്കുക, അവൻ അല്ലെങ്കിൽ അവൾ എന്താ വിചാരിക്കോ, പാരന്റ് ഇങ്ങനെയാണ്, പിന്നെ എനിക്കെന്തെങ്ങനെ, ഞാൻ പിന്നെ എന്തിനാ പറയുക, ഞാൻ എൻ്റെതായ ലോകത്തോട്ട് പോകും. അങ്ങനെ അവര് പല രീതിയിലോട്ടും പോകും. ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അവരൊരു മനസ്സ്, ഞാൻ പറഞ്ഞില്ല, അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ആ ടൈമിൽ അത്ര ആക്റ്റീവ് ആയിരിക്കും, എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മൈൻഡിലോട്ട് കയറും. പിന്നെ അവർ ആ ഒരു രീതിയിലോട്ട് ഇവോൾവ് ചെയ്ത് പോകും. ആ ഒരു ഏജിൽ നമ്മൾ പറയണ കേൾക്കാൻ ആരെങ്കിലും വേണം. അത് ബേസിക് സൈക്കോളജിയാണ്. ഒരു കൊച്ചിനുണ്ടാകുന്ന ഒരു ബേസിക് സൈക്കോളജി അത്. ഇത് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. ആ സമയത്ത് ഒരാളില്ലെങ്കിൽ ഈ കൊച്ച് വേറൊരു മീൻസിലേക്ക് പോകും. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ മാത്രമല്ല, ഔട്ട്ഡോറിലുള്ള ഫ്രണ്ട്സ്, അറിയാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പിള്ളേർ നോക്കും മാക്സിമം. എന്നാന്ന് വെച്ചാൽ ഇവരെ കേൾക്കാൻ ആരുമില്ല, കേൾക്കുന്ന ആരേലും മതി എന്നാവും. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുമായിട്ട് അത്രയും ക്ലോസ് ആയി കഴിയുമ്പോൾ അയാൾ പറയുന്ന കേൾക്കുന്ന ഒരു രീതി വരും. അതായത് ഇപ്പോൾ ഈ കൊച്ചു പറയാ, എനിക്കിപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ ഒരു ആൾ പറയുവാണ്, അത്രയല്ലേ ഉള്ളൂ, നീ ഇത് വലിച്ചാൽ ശരിയായിക്കോളും, നീ ഇത് കുടിച്ചാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനിപ്പുലേറ്റഡ് ആവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആ ഒരു പുള്ളി പറയണ കേൾക്കാനുള്ള മൈൻഡ് സെറ്റേ ഉള്ളൂ ആ കൊച്ചിന്. ഇതിന് ചെയ്ത് നോക്കി എങ്ങനെ ശരിയായാലോ. അപ്പൊ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട വരില്ലല്ലോ. അത് വർക്ക് ചെയ്യും. കുറച്ച് നേരത്തേക്കാണെങ്കിലും അത് വർക്ക് ചെയ്യും. അതോടുകൂടി ആ കൊച്ചിന്റെ ജീവിതം പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ആവറേജ് ഒരു കുട്ടി, നമ്മൾ ഇൻഡോർ ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ആവറേജ് ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു ആവറേജ് കുട്ടി നമ്മൾ എടുക്കുകയാണ്. ആ കുട്ടി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട്, സ്കൂളിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടി എന്താ കാണുന്നത്, അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ട്, നമ്മൾ പണ്ടത്തെ കാര്യം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ജോലിക്ക് പോയി തിരിച്ച് വന്നിട്ട് അവരെന്ത് ചെയ്യണം, അവരെ വർക്ക് പ്രഷറും എല്ലാം കഴിഞ്ഞിട്ട് അവരാകെ ഒരുമാതിരിയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് അവർ മൊബൈൽ യൂസ് ചെയ്യുമോ, അവർ മൊബൈൽ യൂസ് ചെയ്ത് ഇതാക്കും. അതുപോലെ തന്നെ ഫുഡ് വല്ലതുണ്ടെങ്കിൽ ഓർഡർ ചെയ്യും. അങ്ങനെ ആ ഒരു ഇതില്ല. നേരെ മറിച്ച് നമ്മുടെ ചൈൽഡ് ഫുഡ് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ എന്തെങ്കിലും നല്ല പലഹാരം ഉണ്ടാക്കിയിട്ട്. സത്യം നമ്മള് എന്തൊക്കെ ഉണ്ടായിന്ന് പറയാൻ കേൾക്കുക, അങ്ങനെ ഒരു വിതുമ്പിരിക്കുന്ന ഒരു. എനിക്ക് ഒരു ഓർമ്മ, ഞാൻ ചെറിയൊരു ഓർമ്മ പങ്കുവെക്കുക. അതായത് ഞാൻ തിരിച്ച് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു യാത്രയിൽ, അതായത് ആ സ്കൂൾ ബസ്സിൽ പോകുന്ന യാത്രയിൽ അങ്ങനെ ആലോചിക്കും, ഇന്ന് വൈകുന്നേരം എന്താവും ഭക്ഷണം, ആ ഭക്ഷണം വൈകുന്നേരത്തെ പലഹാരം എന്താവും ആലോചിച്ചിട്ട് ഞാൻ വീട്ടിൽ ആ ബസ് യാത്രയിൽ മൊത്തം ഞാൻ അതാവും ആലോചിച്ചിരിക്കുക. അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നിന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ആ പലഹാരത്തിന് മണം അടിച്ചിട്ട് അമ്മയുടെ അടുത്ത് പോകും. അതായത് യൂണിഫോം ഇട്ടിട്ട് തന്നെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയും, അമ്മ ഇന്ന സംഭവങ്ങൾ നടന്നത്. അപ്പോൾ ആ പലഹാരം അമ്മ ചൂടോടെ നമ്മളെ കയ്യിലെടുത്ത് വെച്ച് തരും. അത് നമ്മൾ തിന്നോണ്ടിരിക്കുമ്പോൾ പിന്നെ അമ്മയ്ക്ക് പറ്റിയും ഒന്നും ഉണ്ടാക്കിയില്ല, പറ്റിക്കണ സംഭവം എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മളത് തിന്നോണ്ടിരിക്കണ സമയത്ത് അമ്മയോട് കാര്യങ്ങൾ പറയും, അമ്മയോട് ചോദിക്കുന്നതൊക്കെ ഉണ്ടായി. നമ്മളോട് സംഭവങ്ങൾ പറയുമ്പോൾ പുതിയൊരു കൂട്ടുകാരനെ കിട്ടി, അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അമ്മക്ക് വേറെ ഒരു പണിയില്ല, അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് കേൾക്കും. പക്ഷെ അമ്മയുടെ എൻജോയ്മെന്റ് നമ്മൾ പറയണ കേൾക്കും, നമ്മൾ എന്തോരം വളർന്നു എന്നുള്ളതും. അതായത് ഇപ്പൊ നീ പറഞ്ഞല്ലോ വർക്ക് സ്ട്രെസ് കഴിഞ്ഞ് വന്ന് ഫോണിൽ തീർക്കാന്ന്, പക്ഷെ അത് അങ്ങനെയല്ല തീർക്കും, ഇങ്ങനെയും തീർക്കാം. ഇപ്പൊ ഒരു സംബന്ധിച്ചോളം ഒരാള് ഇൻസ്റ്റാഗ്രാം നോക്കി എന്ന് പറഞ്ഞ ഒരു വർക്ക് സ്ട്രെസ് കുറയത്തില്ല. ഞാൻ ആ ഒരു ഓപ്ഷൻ പറയട്ടെ. അതായത് ഇപ്പൊ അവര് വർക്ക് സ്ട്രെസ് വരിക, അതിന് ആ സ്ട്രെസ് ഫോണിൽ തീർക്കുന്നതിന് വരെ നമ്മളും അത് കഴിഞ്ഞിട്ട് വരിക, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നത്, നമ്മളെ സ്ട്രെസ്സും ആ ശരീരത്തിന് അത്യാവശ്യം നല്ല ഒരു സുഖം കിട്ടുന്ന ഒരു സംഭവമാണ്. ആ സ്ട്രെസ് ഒന്ന് റിലീസ് ആവുക അവിടെ ഒരാളോട് നമ്മൾ പറയുന്നത്. അന്നേരം അവിടെ കരയാൻ തോന്നിയാൽ കരയുക, ആ ഒരു സംഭവം ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ കരണേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എത്ര ആൾക്കാർ അമ്മമാർ കരണ കണ്ടിട്ടുണ്ട്? അല്ല, അവരെ വീക്ക്നെസ് കാണിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. കാരണം അത് കാണിച്ചു കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് മനസ്സിലാവുക എല്ലാവരും ഇങ്ങനെയാണ്. കരയാന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കാര്യമാണ്. അതായത് ഒരാൾക്ക്, അതും സ്വന്തമായിട്ടൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന സംഭവങ്ങൾ നടക്കുമെന്ന് അറിയാത്ത പിള്ളേരാണ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കണം. ഒരാളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് അറിയണം പിള്ളേര്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല വളർന്നു വരുന്നത്. ഫോണിൽ നോക്കും, ഒരു അമേരിക്കയിലുള്ള കൊച്ച് എന്നാണോ കാണിക്കണേ അത് തന്നെ വീട്ടിലും കാണിക്കും. അപ്പോൾ വീട്ടിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാവണമെന്ന് നോക്കും. എന്നിട്ട് അമേരിക്കയിലുള്ള ഫാമിലിയായിട്ട് കമ്പയർ ചെയ്യും, അവിടെ ഇങ്ങനെയല്ല നടക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ഒരുമാതിരി ആവറേജാ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മിസ്റ്റർ ബീസ്റ്റ് വലിയ ആള്, മിസ്റ്റർ ബീസ്റ്റിന്
സർവീസ് പൈസ വെറുതെ കൊടുക്കണേ. അതെ അതെ, പുള്ളീനെ ഫോളോ ചെയ്യാം, അങ്ങനെ പൈസ ഉണ്ടാക്കാം. ഇവരുടെ മൈൻഡ് സെറ്റ് തന്നെ ഇവോൾവ് ആയി വരണത് സോഷ്യൽ മീഡിയ വഴിയാണ്. അവരേറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്ളോഗർ ആവാൻ എന്തെങ്കിലുമൊക്കെ ആവും. കാർത്തിക് സൂര്യനെ പോലത്തെ ഒരു വ്ളോഗർ ആവാനുള്ള അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമായിട്ട് അവർ വളർന്നു വരിക. അവർ ഇത് അവർ കാണുന്നതാണ്, ഓ എന്തൊരു ജീവിതം അവരുടെ. അവരെ പേഴ്സണൽ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഫേക്കാണ്. അവരെ ഓരോ നല്ല കാര്യങ്ങൾ മാത്രമേ അവർ പുറത്ത് കാണിക്കുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികൾ എന്ത് വിചാരിക്കുക, ഓ ഇതെന്ത് ജീവിതമാണ്. ഞാനിപ്പോൾ പഠിച്ചൊരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മനെ പോലെ ഇവിടെ എൻ്റെ ലൈക്ക് തരുന്ന അവർ വിചാരിക്കും എൻ്റെ അച്ഛനും അമ്മനെ പോലെ ഒരു എഞ്ചിനീയർ ആവും, ഭയങ്കര ഫുൾ വർക്ക് സ്ട്രെസ് ആയിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടി. നേരെ മറിച്ച് ഒരു യൂട്യൂബർ ആയിക്കഴിഞ്ഞാൽ, ഒരു വ്ളോഗർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഒരു ട്രാവൽ വ്ളോഗർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണം ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില എന്താ പറയണ ഒരു ഇന്ത്യയിലെ സ്മാർട്ടസ്റ്റ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, എന്നാ ബിയർ ബൈസെപ്സ് എന്ന് പറഞ്ഞു, അവരുടെ എന്നാ ദ റൺവീർ ഷോ. അതിലെ പുള്ളി വ്ളോഗും ചെയ്യണം. അത് തന്നെ അതിൻ്റെ ഒരു വ്ളോഗ് ചാനലും ഉണ്ട്, അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് ചാനലും ഉണ്ട്. ഈ പോഡ്കാസ്റ്റ് ചാനലിൽ പുള്ളി ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ലൈഫിനെ കുറേ എക്സ്പോസ് ചെയ്തു വ്ളോഗ് വഴി. അതെന്നെ കുറേ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞ്, അതായത് പുള്ളി ഒരു പീക്ക് ലെവലിലെത്തി, പുള്ളിക്ക് അത്യാവശ്യം ഫണ്ടിങ്സും എല്ലാം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മെൻറ്റാലിറ്റി ഡൗൺ ആവാൻ തുടങ്ങി. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി എല്ലാം ബാക്കിയുള്ളവരായിട്ട് എക്സ്പോസ് ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളൊരു തോന്നലും അതേപോലെ തന്നെ കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വളർന്നു വരുന്ന പിള്ളേർ കാണുന്നില്ല. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യണ വലിയ എന്തോ സംഭവമാണ്. അതിന് നെഗറ്റീവ്സ് ഉണ്ട്, അതേപോലെ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇവർ അറിയണമെന്നില്ല. എന്നിട്ട് ഇവരിതൊന്നും അറിയാതെ ഇവരുടെ എയിം ഇതാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഇതിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് വേറെ ഒന്നും ചെയ്യില്ല. ഇവർ കാണിക്കണമില്ല. ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റിന് ഈ ഒരു എപ്പിസോഡ് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എത്ര പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തൊപ്പിയുടെ വിഷയം എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും നമ്മൾ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഇതേപോലെ തന്നെ അവർ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പുറത്ത് കാണിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവർ ഈ കുട്ടികൾ ഇത് കാണുമ്പോൾ എന്താണ്, ഓ തൊപ്പി എന്ത് ലൈഫാണ്. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ തെറി അതേപോലത്തെ കാര്യങ്ങൾ മിക്കവാറും അവൻ പറയുന്നില്ലേ, പലതിലും പറയുന്നുണ്ട്. അപ്പോ ഈ കുട്ടികൾ നോക്കുമ്പോ അതെല്ലാം കേൾക്കുന്നത് മാസ്. ഇപ്പോഴത്തെ ചെറിയ പിള്ളേരുടെ എന്താ പറയണേ, അവരുടെ ഡെയിലി ലൈഫ് സ്കൂളില്ലേ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻസ്റ്റാഗ്രാം ബേസ്ഡാണ്. അതായത് ഇവരൊരു ഫാൻറ്റസി വേൾഡിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന തന്നെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ്. ഇപ്പോൾ തന്നെ പിള്ളേരുടെ ഇടയ്ക്ക് എന്നാ പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ ഇവർ പറയും. അതായത് അടിച്ചു കയറി വാ, അങ്ങനത്തെ ആയിരുന്നു ആദ്യം. ഇപ്പം എന്നാന്ന് ഞാൻ ഓർക്കണില്ല. അത് പറയുമ്പോൾ അവർക്കൊരു ഇത് കിട്ടുള്ളൂ. കാരണം അത് പറയുമ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ പണ്ട് ഞാൻ ക്ലാസ്സിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ഡയലോഗ് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അത് പറയുമ്പോൾ ആ ഒരു റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. നമ്മൾ അത്ര ആ ഒരു പിയറിൻ്റെ ഇടയിൽ നമുക്കൊരു ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം റെലവൻ്റ് സംഭവം പറയണം. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഈ അലാവുദ്ദീൻ്റെ മറ്റേ ബൂമ്പ ആ സംഭവം പറയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ ഇതുപോലത്തെ സ്കിബിഡി ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. അവൻ്റെ അനിയൻ ഇപ്പോൾ 10th എങ്ങാണ്ട. അപ്പോഴത്തേക്കും അവൻ്റെ അനിയൻ പറയുന്നു, ഈ ചെറിയ പിള്ളേർ 2ലും 3ലും പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ സ്കിബിഡി എന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ വെച്ചാൽ സ്കിബിഡി എന്താ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴും. സ്കിബിഡി എന്താടാ? അപ്പം പറഞ്ഞാ സ്കിബിഡി നിനക്കറിയില്ലേ? ഞാൻ അറിയില്ലടാ, എന്തോ ജെൻസിയിലെ ഉള്ളതാന്ന് പറഞ്ഞു. ജെൻസി ലാംഗ്വേജ് എന്തോ സാമാനം അതിലുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ കാണിച്ചു തരുവാ, എന്നത് ടോയ്ലറ്റിൽ നിന്നൊരു മുഖം വരണം സ്കിബിഡി എന്നും പറഞ്ഞ്. അതാണ് സ്കിബിഡി മാത്രമല്ല, ജെൻസിക്കാരുടെ ലാംഗ്വേജ് കുറേ ഉണ്ട്. റിസ്, സ്കിബിഡി, പിന്നെ മറ്റേ ഓറ, അതൊക്കെ അവരെ. എന്നിട്ട് ഇവൻ കുറെ പറയാ, ഇതിനൊരു സീരീസ് ഉണ്ട്. ഞാൻ എന്താ സീരീസ്? ഈ കുറെ സ്കിബിഡി ഇങ്ങനെ നടക്കണത് ഒരു എപ്പിസോഡ്. രണ്ടാമതൊരു വലിയ സ്കിബിഡിനെ കാണിക്കും രണ്ടാമത്തെ എപ്പിസോഡ്. ഇതെന്താ ഇത്? അപ്പൊ അവൻ പറയാം ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഉണ്ട് ഇതിന്. ഈ ബ്രെയിൻ റോട്ട് ആവാൻ വേണ്ടിയും ആയ ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കും ത്രൂ ഔട്ട്. ആരെ കാണണേ? പുതിയ ജനറേഷനിലെ പിള്ളേര്. ഈ കുട്ടികൾ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അവർ ഈ സ്കിബിഡി ജെൻസി ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരായിട്ട് നമ്മൾ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യണം, അല്ലെ അവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് എന്നാന്ന് കൂടെ ടോപ്പിക് അറിയത്തില്ല. അതിനൊന്നും കൂടി ഡെവലപ്ഡ് ആയി നമ്മളെക്കാട്ടിലും നന്നായിട്ട് അറിയുന്ന ഒരു ഇതുപോലെയാണ് അവരിയ്ക്കുന്നത്. നമ്മളെ അച്ഛന്മാർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അതും അവർക്ക് എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അവരായിട്ട്. പക്ഷെ നേരെ പറഞ്ഞാൽ ഈ സ്കിബിഡി റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടല്ലോ കാറ്റഗറിക്ക് നമുക്ക് താവ് അല്ലെങ്കിൽ പൊങ്ങുക എന്തെങ്കിലും ആയിക്കോട്ടെ ആ രീതിയിലേക്ക് എത്തുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പം ഇപ്പം എൻ്റെ ഒരു ഏട്ടൻ്റെ മോനുണ്ട്. അപ്പോൾ അവനായിട്ട് ഒന്നും സംസാരിക്കാൻ വേണ്ടി മിണ്ടാൻ വേണ്ടി എന്ത് ചെയ്ത് അവൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അവനോട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗെയിം എന്തെങ്കിലും കളിക്കാൻ പറഞ്ഞാൽ. അപ്പം പറഞ്ഞാൽ നമുക്ക് സ്കിബിഡി ഗെയിം കളിക്കാൻ പറഞ്ഞാൽ. സ്കിബിഡി ഗെയിമോ? അത് കാണിച്ചു സ്കിബിഡി ഗെയിം എന്നിട്ട് എൻ്റെ മൊബൈലൊക്കെ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് മൾട്ടിപ്ലെയർ ആണ് എന്നൊക്കെ ഒരു റോബ്ലോക്സ് ഇത് ഗെയിമാണ്.
എന്നിട്ട് സംഭവം എന്നെക്കാട്ടിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവനറിയാം. അറിയാം. എന്നിട്ട് സംഭവം എടുത്ത് എല്ലാം എടുത്ത് കൊണ്ട് ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. ഫുൾ എല്ലാത്തിലും ഇപ്പോൾ വോയിസ് ഉണ്ടല്ലോ, ഗൂഗിളിൽ എടുക്കും വോയിസ് ഓൺ ആക്കും, എല്ലാത്തിലും വോയിസ് ഓൺ ആക്കിയിട്ട് സ്കിബിഡി ടോയ്ലറ്റ് എന്നിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സംഭവം ഗെയിം വന്നപ്പോൾ എന്താണ് ഒരു പാട്ട് സ്കിബിഡി ഒരു പാട്ടൊക്കെ പാടിയിട്ട് ടോയ്ലറ്റ് ഇങ്ങനെ ചാടി പോകും. അതിനുള്ളിൽ നിന്ന് ഒരു മുഖം വരും, വന്നിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകും. അങ്ങനെ എന്തോ ഒരു ഗെയിമാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഇവരാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളി പ്രോ ആയിട്ട് കളിക്കുന്നുണ്ട്, എല്ലാം സംഭവം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാരെ കൊല്ലുന്നുണ്ട്, എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവരൊരു ലോകം. ആ ലോകത്തേക്ക് നമ്മൾ പോയിട്ട് അവരെ കണക്ട് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതൊരു ഈ പറഞ്ഞ പോലെ ഫാന്റസി വേൾഡാണ്. എന്നിട്ട് അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെങ്ങനെ കൊണ്ടുവരുമെന്നും പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ അവരത് കണ്ട് വളർന്നിട്ട് നമ്മൾ പിന്നെ പറയാം അതൊന്നും അല്ല ഇതാണ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞ് മുഖത്തടിച്ച പോലെ പറയാൻ നോക്കിയെങ്കിലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് സൂസൈഡ് ചെയ്യുക. ഇപ്പോഴത്തെ അവർക്കൊരു തടസ്സം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഒരു പുറത്തിറങ്ങാനുള്ള തടസ്സം. അതില് ഒരുപാട് തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ അവര് മെയിനായിട്ടൊരു തടസ്സം ഇപ്പൊ പല സ്ഥലത്ത് ഡൽഹി അതേപോലെ സ്ഥലം പൊല്യൂഷനാണ്. പൊല്യൂഷൻ ഭയങ്കര ഒരു വലിയൊരു ഘടകമാണ്. കാരണം ഇവർക്ക് പുറത്തിറങ്ങാൻ, കാരണം പല സ്ഥലത്തും പലരും മാസ്ക് ഇട്ടാണ് പുറത്ത് നടക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഒരു തടസ്സമാണ്. കാരണം അവരെന്നെ കുറ്റം പറയുന്നില്ല, പക്ഷെ ഇത് ചെറിയൊരു കാരണമാണെന്ന് മാത്രം. പക്ഷെ എന്നാലും ആ കാരണം മാറ്റാൻ ഇത് മാത്രമല്ല വേറെ റീസൺ ഉണ്ട് ഇതില്. നമ്മൾ വരുന്ന ടോപ്പിക്കും അതാ. എന്നാ റീസൺ എന്നാ? ഇപ്പൊ നമുക്ക് കളിക്കാൻ പോണം, എവിടെ പോവും? കളിക്കാൻ സ്ഥലങ്ങളില്ല. സ്ഥലങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ അവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഒരാളുടെ പറമ്പിൽ കളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ആദ്യമൊന്നും കളിച്ചുകൊണ്ട് സീനില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് പുള്ളി വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ ആരും കളിക്കേണ്ടതുകൊണ്ട് പുള്ളി അവിടെ മൊത്തം വാഴ ഇട്ടു. ഒന്ന് ഓർത്തണം, പുള്ളി മൈൻഡ് സെറ്റ് ഓർത്തണം. പുള്ളി അവിടെ മൊത്തം വാഴ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കളിക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ വേറൊരു പറമ്പിൽ ചെന്നു. കുറച്ചാൾ അവിടെ കളിച്ചപ്പോഴത്തേക്കും അവിടെ സെയിം സംഭവം. പിന്നെ അവിടെ മൊത്തം കളിക്കാൻ ഇടവില്ല, നമ്മൾ കളി നിർത്തി ഓട്ടോമാറ്റിക്കലി. പിന്നെ നമ്മൾ കളിക്കാൻ പോകേണ്ട എവിടെയാ? ടെർഫില്. അതിന് പൈസ കൊടുക്കണം. എത്ര പേര് വരും? അതാണ്. അതിപ്പോ പറയുകയാണെങ്കിലേ കളിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, ഇരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങൾ, ഒരാൾത്തറ പോലും ഇല്ലാത്തൊരു സ്ഥലം. നമ്മളിപ്പോൾ എനിക്ക് ഓർമ്മയുള്ള പറഞ്ഞാൽ ഞങ്ങളൊക്കെ പണ്ട് കാലത്തൊക്കെ പണ്ട് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സൊക്കെ വിട്ട് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞ പോലെ ബാഗൊക്കെ എടുത്ത് വീട്ടിൽ വെച്ച് തിരിച്ച് പോയിട്ട് അവിടെ കളിയുടെ മുമ്പ് നമ്മൾ ഇരുന്ന് സംസാരിക്കലുണ്ട്. അല്ലെങ്കിൽ കളി കഴിഞ്ഞിട്ടൊന്നും സംസാരിക്കലുണ്ട്. കടയിൽ നിന്ന് കുറച്ച് ഒരു സോഡൊക്കെ മേടിച്ച് സംസാരിക്കുന്ന സ്ഥലമുണ്ട്. ചെറിയ സ്നാക്സുമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു മരത്തണലിൽ ഞങ്ങൾ ഇരുന്നിട്ട് ഒരു സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടൊക്കെ ഇന്നില്ല. ആ സ്പോട്ടൊന്നുമില്ല. ഇന്ന് അവിടെ എന്തോ ബാറ് കുത്തിയിട്ട് എന്തൊക്കെയോ വേറെ എന്തൊക്കെ സംഭവങ്ങളാണ്. വേറെ സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ സിമെന്റ് ഇറക്കിയിരിക്കണം. അങ്ങനെ എല്ലാ സ്പോട്ടുകളും നമ്മൾ ഇരുന്ന് സംസാരിക്കാനുള്ള സ്പോട്ടുകളും ചായക്കടകൾ ഇതൊക്കെ നമ്മളോരോ സ്പോട്ടുകളും ഇതൊന്നും ഒക്കെ ഒന്ന് എന്താണ് കൂടുതൽ മറ്റേ മാളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതായിരിക്കണം. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കളിക്കണം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടി ഒത്തുകൂടി ഒരു സ്ഥലത്ത് കളിക്കണം എന്ന് പോകാമെന്ന് വിചാരിച്ച പോലെ ഈ പറഞ്ഞ പ്രശ്നം വരും. അതായത് ഒക്കെ ബിസിനസ് രീതിയിലായിരിക്കണം. ടർഫ്, അതേപോലെ തന്നെ ഇപ്പോൾ അക്കാഡമികൾ, ക്രിക്കറ്റിൻ്റെ അക്കാഡമികൾ, അങ്ങനെ എല്ലാത്തും ഇപ്പോൾ മറ്റേ സോപ്പ് ഫുട്ബോൾ എൻ്റെ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ സ്ലോപ്പി ഫുട്ബോൾ, മറ്റേ വെള്ളം ഈ പത പോലത്തെ അങ്ങനത്തെ, അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ വെടി വെക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒളിച്ച് കളി കളിക്കണം അതേ സെയിം സംഭവം തന്നെ. ഒളിച്ച് കളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ അടിക്കുന്ന സംഭവം തന്നെ. പക്ഷെ അത് ഇവർ ലുലു മാൾ അതുപോലത്തെ വലിയ വലിയ മാളുകളിൽ പോയിട്ട് കളിക്കുകയാണ്. കാരണം അവരതൊരു ബിസിനസ്സിലോട്ടാക്കി മാറ്റി ആ ഒരു സംഭവം. അത് എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? നേരെ കുറിച്ച് നമ്മൾ കൊണ്ട് പറയാം നമുക്ക് ഒളിച്ചുകളി കളിക്കുക പറയുമ്പോൾ നീ എപ്പോഴും ഒളിച്ചുകളി കളിക്കാരനെ കളിക്കൊന്നും ചോദിച്ചിട്ട് നമ്മൾ പുച്ഛിക്കുന്ന സെയിം ആൾക്കാർ മാളുകളിലും ഇവിടെ പോയിട്ട് പൈസ കൊടുത്തിട്ട്, അതും വലിയ പൈസയെ, ഒരാൾക്കൊരു ഗിയറൊക്കെ ഇട്ടിട്ട് വലിയ കളിയാണത്. പിന്നെ അതിൽ വെടിയേക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഇപ്പം നമ്മളെ ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ഓർമ്മ വരിക? തടാകങ്ങൾ, പാടം, വയലുകൾ, അങ്ങനത്തെ നേച്ചറിനോട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവം. നമ്മൾ ഒരുമിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുന്ന ആ ഇരിക്കുമ്പോൾ ഒരു കാറ്റും ഇതൊക്കെ നമ്മൾ ആ ഒരു ബ്രീസ് അതൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരിക. മരത്തിൽ കയറി ഇരിക്കുന്നതും അങ്ങനെ ഇപ്പം നമ്മൾ മലയാളത്തിലെ പഴയ പാട്ടുകളൊക്കെ എടുത്തു, മറ്റേ വെണ്ണില ചന്ദനകണ്ഠൻ പാട്ട് കേട്ടില്ലേ, അതിലൊക്കെ കാണിക്കുന്ന ആ ഒരു പ്രകൃതി ഭംഗിയാണ്. ആ വരികളിലുള്ള ഇതൊക്കെ തന്നെയാണ്. അതെ, വെണ്ണില ചന്ദ്രനും അങ്ങനെ ഓരോ ലൈനിലും ഡീപ്പായിട്ടുള്ള മീനിങ് ആണ്. അതെ. അപ്പോൾ നമ്മൾ എന്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു നേച്ചറിനായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് എല്ലാ സംഭവവും പറയണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അർബനൈസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ സ്ഥലങ്ങളിൽ ഒന്നുമില്ല. അവർ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ കാണുന്നത്? നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഇപ്പോഴത്തെ പാട്ട് അതാ ട്രെൻഡിങ്, ചുട്ടമല്ലേ അല്ല, നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും
ഫ്ലാറ്റിൽ മിക്ക ആൾക്കാരും ഫ്ലാറ്റിലാണ് ജനിച്ച് വീണത്. അവർ ഫ്ലാറ്റിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാലും അപ്പുറത്തെ ഫ്ലാറ്റ്, അപ്പുറത്തെ കുട്ടികൾ ഇതേപോലെ തന്നെ ഇപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് അടിയിൽ പോയി കഴിഞ്ഞാലും ഒക്കെ ഒരു അവിടെ ഒരു അതിന്റെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പിള്ളേരുടെ അടുത്ത് പറയും സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് മിണ്ടല്ലേ. ഞാൻ പറയണില്ല, ഞാൻ പണ്ട് എന്താണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചെക്കന്മാരെ കൂടി എന്ത് ചെയ്യും, അപ്പോൾ ഒന്ന് കളിക്കാനൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ചെക്കന്മാരെ കഴിഞ്ഞ് ശനിയാഴ്ച ഞായറാഴ്ചകളിലൊക്കെ വെറുതെ പോയി ഒരു പാടത്തിരിക്കും, നല്ല കാറ്റാവും, അവിടെ ആരെങ്കിലും ആടിനെ മേയ്ക്കണുണ്ടാവും, ആടിനെ മേയ്ക്കണം, അതൊക്കെ ഒരു 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 ഇതായിരുന്നു നമ്മൾ ആലോചിക്കുമ്പോൾ. പക്ഷെ ഇന്ന് എത്ര കുട്ടികൾക്ക് അത് 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 അവിടെ പോയി ഇരിക്കാൻ പറ്റും. കപ്പിൾസ് ആയിട്ടാ പോയിരിക്കല് പാടത്ത്, ആരും വരില്ലല്ലോ. ഒരു 5 മിനിറ്റ് എത്ര എത്ര ആൾക്കാർ അവിടെ ഇരിക്കാൻ പറ്റും? അങ്ങോട്ട് ആരും വരില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ഇതായിക്കണം. അപ്പം അത്രയും ഇതായി. പിന്നെ ഇതിൽ വേറെ സംഭവം പറയണത് ഇതിൻ്റെ കോൺസിക്വൻസസ്, അതായത് ഓരോ മേഖലകളിലും നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്. അതിൽ ആദ്യത്തെ പറയണതാണ് ഫിസിക്കലായിട്ട് കോൺസിക്വൻസ്, അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ഒബീസിറ്റി. അതായത് സ്റ്റഡീസ് പറയണമെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ചിട്ട് ഇവർ ഒബീസാവാനുള്ള ചാൻസ് കൂടുന്നുള്ള. കാരണം ഇപ്പോഴത്തെ മിക്ക കുട്ടികളും ഇതേപോലെ എന്താണ് ഒരു അമേരിക്കൻ ഹൗസ് ഹോൾഡിൽ പ്രത്യേകിച്ച് അവർ എന്താണ് അവർ പറയുന്നത് 50% മുകളിൽ കുട്ടികൾ ഒബീസാണെന്ന്. കുട്ടികൾ അത് 15 വയസ്സിന് താഴെയുള്ള ആൾക്കാർ 50% മുകളിൽ ഒബീസാണെന്നുള്ള കണക്കുകളാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും ഒബീസിറ്റി കൂടി വരിക. കുട്ടികൾ പിന്നെയും എന്താണ് പറയുക, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇൻഡൽജ് ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നുക, ഗെയിം കളിക്കുക, ആ ഒരു ഇതിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, അവരെ വെയിറ്റ് കൂടുകയാണ്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞാൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ ആദ്യം പറഞ്ഞതാണ്, അതായത് ജയിൽ പുള്ളികൾക്ക് പോലും കൂടുതൽ ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ, രാവിലെ ഇപ്പോൾ ഒരു പയ്യൻ ആരും ആയിക്കോട്ടെ വിറ്റമിൻ ഡിക്ക് വേണ്ടി രാവിലെ കയറി എന്ന് വെച്ചുമ്പോൾ വിറ്റമിൻ ഡിനോട് പ്ലാസ്റ്റിക് അവിടെ കത്തിക്കുന്ന പിന്നെ എങ്ങനെ കയറും? പിന്നുള്ളത് ഇത് പറഞ്ഞാൽ ഓവർനൈറ്റ് ആയിട്ടുള്ള ഫോൺ യൂസ്. അതായത് ഇപ്പൊ ഒരു കുട്ടിയോ സ്റ്റുഡന്റ് ആരായിക്കോട്ടെ, അപ്പൊ ഒരു ഫോണിൽ ഇങ്ങനെ രാത്രി 2-3 മണി വരെ ഇരിക്കാൻ, അവൻ 6 മണിക്ക് എണീക്കാൻ പറ്റുമോ? ഒരു കാരണം അല്ല. രാവിലെ എഴുന്നേക്കുന്ന എത്ര പേരുണ്ട്, അതെ, എത്ര പേരുണ്ട്. എല്ലാരും വലിയ, അതായത് ക്ലാസ്സിൽ ഒന്ന് പറയണ കേൾക്കണം, ഞാൻ ഇന്ന് 12 മണിക്ക് എഴുന്നേറ്റെ, ഇത് ഇന്നലെ 12 മണിക്ക് എഴുന്നേറ്റെ, ശനിയാഴ്ച 12 മണിക്ക് എഴുന്നേറ്റെ. ഇവര് പറയണത് എന്തോ വലിയ സംഭവമായിട്ടാ. പക്ഷെ എന്നാ ഒരു ഡീപ്പ് സ്ലീപ്പ് പോലും കിട്ടാതെ മാസങ്ങളായിട്ടുള്ള പിള്ളേരത്. ടൈമില് ബ്രഹ്മമുഹൂർത്തം പറഞ്ഞ എന്തൊരു സംഭവം ഉണ്ട്, 4 to 5 ആ ഒരു ടൈമില് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ആ ടൈമിൽ നീട്ട് അത്രയും ബെസ്റ്റ് ആണ് നമുക്ക്. പക്ഷെ ഇപ്പൊ ആ ഒരു സംഭവം ഇല്ലാണ്ടായി പോയി. കാരണം ഇപ്പൊ ഉറങ്ങുന്നത് 6 മണിക്ക്. നമ്മുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഉറങ്ങണ 7 മണിക്ക്. സാധാരണ മറ്റേ മീമിലും ട്രോളിലൊക്കെ വരുമല്ലോ, അതായത് എന്താണ് കുട്ടികൾ 4 മണിക്ക് ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പോകുമ്പോഴാവും, അല്ലെങ്കിൽ 5 മണിക്ക് ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പോകുമ്പോഴാവും പേരൻസ് ആ ടൈമിൽ എണീക്കണ്, അവരങ്ങനെ ആ ടൈമിലാവും കണ്ടുമുട്ടുക. പിന്നെ വേറെ സംഭവം പറഞ്ഞാൽ, അതായത് രാത്രി നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലൂ ലൈറ്റ് നമ്മൾ കണ്ണിൽ കടിക്കുക, നമ്മളെ ബ്രെയിൻ വിചാരിക്കണം എന്താണ്, ഇപ്പോഴും പകലാണ്, ഇരുട്ടായിട്ടില്ല, ഇപ്പോഴും ഉറങ്ങാനുള്ള സമയമായിട്ടില്ല എന്ന് ബ്രെയിൻ വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഇതിന്റെ ഒരു ആദ്യം പറയാം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നല്ലത് ഏതാ ചീത്തത് ഏതാ ഏതാണ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ബ്രെയിൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഉറങ്ങാനുള്ള സമയമായിട്ടില്ലെന്ന് ബ്രെയിൻ വിചാരിക്കും, ബ്രെയിൻ അസ്യൂം ചെയ്യും. ബ്രെയിൻ നമ്മളെ പിന്നെയും എന്താണ് അലേർട്ടായിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങൾ. അതുമല്ല, ഇപ്പൊ ഒരാൾക്ക് ഉറക്കം, അതായത് ഈ ബ്ലൂ ലൈറ്റ് കൺസ്യൂം ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡീപ്പ് സ്ലീപ്പ് അല്ല. അങ്ങനത്തെ ഒരു സ്ലീപ്പ് എന്തോരം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ശരിക്കും പറയുവാണെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂറിന് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ബ്ലൂ ലൈറ്റിന്റെ ആ ഒരു ഇമ്പാക്ട് മൊത്തം വെയർ ഓഫ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കാന്നുള്ള മൈൻഡ് സെറ്റ് അത്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. ഒരു 3 മണി വരെ, വൈകിട്ട് ഒരു 6 തൊട്ട് രാവിലെ 3 മണി വരെ ഫോൺ നോക്കി ഇരുന്നിട്ട് അപ്പൊ തന്നെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ 12 മണിക്ക് എഴുന്നേക്കും, എന്നാലും ഉറക്കം പോകത്തില്ല. അങ്ങനെയൊന്നും കിടന്നിട്ടൊരു കാര്യമില്ല. സാധാരണ നമ്മൾ എണീക്കണേലും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാജുവലായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ എണീക്കേണ്ടത്, അതൊരു അലാറത്തിൻ്റെ സൗണ്ടിലോ ഒന്നിലോ അല്ല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഹൃദയത്തിൻ്റെ അവിടെ ഒരു വേദന പോലെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമുക്ക് അപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല. പക്ഷെ നേരെ കുറച്ച് ഒരു 8 മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മൾ എണീക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. സൂപ്പർ ഉറക്കം കിട്ടിയ ഫീല് അതൊന്ന് എണീക്കുമ്പോൾ അറിയുന്നൊരു കാര്യമാണ്. ചില ആൾക്കാർ വിചാരിക്കും നമുക്കിപ്പോൾ ഉറങ്ങാന്നൊക്കെ വിചാരിക്കും രാത്രി. പക്ഷെ ഇതേപോലെ തന്നെ ബ്ലൂ ലൈറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ബ്രെയിൻ അത്രയും ദിവസം ട്രെയിൻഡ് ആയിരിക്കണം. ഇവൻ 2 മണിക്കൂർ ഇവൻ 2 മണിക്കൂർ ഉറങ്ങി ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് അപ്പൊ 10 മണിക്ക് നേരത്തെ ഉറങ്ങണം വിചാരിച്ച് എന്നാലും ഉറങ്ങാൻ പറ്റൂല. അങ്ങനെ ശീലാക്കി വരുത്തേണ്ട ഒരു സംഭവമാണ് അത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം, അതായത് ഇതിനോട്
ബന്ധപ്പെടുത്തി പറയേണ്ടതെന്നാൽ മെൻ്റൽ ഹെൽത്തിനെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട്. 2020 നടന്ന ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിലേഷൻ അവർ പറയണത് ഈ സ്ക്രീൻ ടൈമും അതേപോലെ തന്നെ ഡിപ്രഷനും ആങ്സൈറ്റി, കുട്ടികളിൽ സ്ക്രീൻ ടൈമും ഡിപ്രഷനും ആങ്സൈറ്റി നമ്മൾ ഡയറക്റ്റ് റിലേഷനാണ്. സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റി കൂടുന്നുണ്ടാകും. ആൻസൈറ്റി ഡിപ്രഷന്റെയും ഈ കാര്യം കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം ഉണ്ട്, സോഷ്യൽ ഡിലെമ പറഞ്ഞിട്ട്. അത് മസ്റ്റ് വാച്ചബിൾ ഒരു ഡോക്യുമെന്ററി ഫിലിമാണ്. വലിയ ലോങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു നിയർലി 1 മണിക്കൂർ ഒറ്റേ ഉള്ളൂ. അതില് ഒരു പാരന്റ് പറഞ്ഞ ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളാണ്. അതിലത്തെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കൺസെന്റ് വയ്ക്കുക, അതായത് ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ നോക്കരുത്. അത് നോക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്, എന്തൊരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ടൈമർ കഴിഞ്ഞാൽ അത് തുറക്കാൻ പറ്റുള്ളൂ, അതുവരെ ലോക്ക്ഡ് ആയിരിക്കും. എന്നിട്ട് ആ 2 കുട്ടികളുടെ ഫോൺ അതിലിടും. എന്നിട്ട് അവര് ഫുഡ് കഴിക്കുക. എന്നിട്ടൊരു പെൺകുട്ടി, ആൺകുട്ടി പിന്നീട് എന്താ പോലെ ഇരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയാ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈക്കും കമന്റ്സും മെസ്സേജസും വരുന്ന. ഇവൾക്കാണ് മറ്റേ പിടിച്ചു നിൽക്കാൻ കയ്യൊക്കെ വിറയ്ക്കുന്നത് ഒരുമാതിരി, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അന്നേരം ഇവള് കുറെ തുറക്കാൻ നോക്കും, കിട്ടില്ല. അന്നേരം അമ്മ വിചാരിക്കുമോ ഇനി അവള് തുറക്കൂല നിർത്തുന്നത്, ചുറ്റിക എടുത്തുകൊണ്ട് വരും, അടിച്ചു പൊട്ടിക്കുക, ഫോൺ എടുത്തിട്ട് അങ്ങനെ കയറും, അത്രയും ദേഷ്യത്തിൽ കയറിപ്പോവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത്. കാരണം അതിലെന്ന് പറയുമ്പോ എന്താ പറയുക, ആ ഒരു സിനിമ എല്ലാം കാണിച്ചു തരും നമുക്ക്. ഈ സോഷ്യൽ മീഡിയ എല്ലാ സൈഡും നീ കണ്ടല്ല, ആ എല്ലാ സൈഡും അതിൽ കാണിച്ചു തരുന്നുണ്ട്. അതിലത്തെ ഇത് പറഞ്ഞ മറ്റേ ഫേസ്ബുക്കിൽ സീൻ അതിലിട്ട് പൊരിക്കുന്ന സീൻ വരെ അതിലുണ്ട്. ഫേസ്ബുക്കിൻ്റെ മാർക്ക് സക്കർബർഗിനെ കോടതി, അതായത് ശരിക്കും വീഡിയോ അല്ല, അതായത് നമ്മൾ എടുത്ത വീഡിയോ അല്ല, ഒറിജിനലായിട്ട് കോടതിയിൽ ഉണ്ടായ ഇൻസിഡൻ്റ് ആണ്. അവിടെ മാർക്ക് സക്കർബർഗ് അവിടെ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് വേർക്കുകയാണ്, പറയാൻ പറ്റണില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല, ചോദിക്കുന്നുണ്ട്, സെനറ്റർ ചോദിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബബ്ബ പഠിക്കുക, ഇവനക്കൊന്നും പറയാൻ പറ്റണില്ല, അവൻ അവിടെ കിടന്ന് വേർക്കുക. പിന്നെ ചോദിക്കും, കുട്ടികൾ ഇങ്ങനെ സംഭവം ഒരു അഡൽട്ട് കണ്ടന്റ് വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവം കാണുന്നുണ്ട്, അതിന് നിങ്ങൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഫിൽറ്ററുകളാണ് വെച്ചിട്ടുള്ളത്, ഒന്നും പറയാനില്ല. കാരണം അവരെന്ന് പറയുന്ന ഒരു പേലോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഒന്ന് വിചാരിച്ചാൽ തന്നെ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. എത്ര എക്സ്ട്രീമില് കാണും അത്. ഒരു പ്രായോഗിക തലത്തിലേക്ക് നോക്കുമ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മെൻ്റൽ ഇതിൽ പറയുമ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പറയുമ്പോൾ സോഷ്യൽ സ്കിൽസ്, അതായത് ഒരാളോട് മുഖം നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറയാൻ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ഒരു സൊസൈറ്റി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ഇൻഡോർ ജനറേഷൻ അതില്ല. ഇതിന് പലർക്കും സ്റ്റേജ് ഫിയർ പോലും ഉണ്ട്. കാരണം അതിന്റെ ഒരു മെയിൻ കാരണം പറഞ്ഞാൽ ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു രീതിയാണ്. ഈ വീടിന്റെ ഉള്ളിലായിരുന്നു, മീൻസ് പുറത്തായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. വീട്ടിലുള്ളവരായിട്ട് പോലും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇപ്പൊ നമ്മളൊരു ഇതെടുത്ത് നോക്കി, എത്ര പേര് ഒരു വീട്ടിൽ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കും ഫോൺ ഉപയോഗിക്കാണ്ട്? ഇല്ല, അങ്ങനത്തെ സംഭവം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പറയുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സംഭവം, നിലത്തിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ചോറൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കോൺവെർസേഷൻ, നമുക്കങ്ങനെ അറിയാം ആ ടൈമിൽ നമ്മൾ പല സംഭവങ്ങളും ഷെയർ ചെയ്യണതും ആ ടൈമിലാവും. അതായത് അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താവും, അച്ഛൻ അവിടെ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, എല്ലാവരും അവിടെ ഉണ്ടാവും. ആ ടൈമിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സെർച്ച് ചെയ്യും ഓരോ സംഭവങ്ങൾ എല്ലാം, അല്ലാണ്ട് മറ്റേ രാഷ്ട്രീയ സംഭവങ്ങളാവില്ല ആ സമയത്ത്. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഇതിന് മുന്നേ പറഞ്ഞൊരു ടോപ്പിക്ക് പറഞ്ഞ പോലെ ഈ അത്രയും ജോലി ചെയ്ത് തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവിടെ കുറയും. ഏറ്റവും വലിയ സംഭവമാണ് അത് കുറഞ്ഞിരിക്കുക. കാരണം നമ്മളെല്ലാം പങ്കുവെക്കുകയാണ് എല്ലാവരായിട്ടും. ഇപ്പോഴത്തെ അത് ഈ ഒരു ജനറേഷനിൽ ഇല്ല എന്ന് തന്നെ വേണേ പറയാം. ഈ സോഷ്യൽ സ്കിൽസ് അവർക്ക് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേജ് ഫിയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഒരാളോട് ഒരു 2 വാക്ക് അല്ലെങ്കിൽ ഒരു ഹായ് ഹലോ ഇല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ അവരെന്ത് ചെയ്യും, ഈ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു മുഖം കൂടി ഉണ്ട്. ഇതാണ്ട് കാണി ഞാൻ ഇൻട്രോവേർട്ടാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതായല്ലോ, വേറെ ഒന്നും പറയണ്ടല്ലോ. അപ്പം അങ്ങനെ ഇൻട്രോവേർട്ടിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. അവർ ഇൻട്രോവേർട്ടിൻ്റെ ഒരു സംഭവം ചമഞ്ഞിട്ട് ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു മാസ്ക് ധരിച്ചിട്ട് അവർ പുറത്ത് ഇങ്ങനെ നടക്കുക. ഒരു എക്സ്ട്രോവേർട്ട് ആവാൻ നോക്കിയിട്ട് പോലും ഇല്ല, അത് എന്നാന്ന് പോലും എക്സ്പ്ലോർ ചെയ്യത്തില്ല. ഒരു സിനിമയിലില്ലേ, അതിപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ പറഞ്ഞത്, അതിനെല്ലാവർക്കും ഇപ്പൊ ഒരു ഫ്രീക്ക് വരെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതുപോലെ ഇപ്പൊ ഒരു ഫ്രീക്ക് വരെ ഇൻട്രോവേർട്ട് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന വിചാരം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാത്തവർ എന്തോ പറയും, ഞങ്ങൾ ഇൻട്രോവേർട്ട് ആവേണ്ടി ഇരിക്കും. അവനിനിയും ഉണ്ടാകാനും നോക്കത്തില്ല ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞാൽ. മറ്റേ ഇതുപോലെ, അതായത് അവർക്ക് നേരത്തെ ഒരു ഡിപ്രഷൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ഒരു സംഭവമാണ്. അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഒക്കെ പറഞ്ഞാൽ അത് ഫേക്കാണ്, ശരിക്കും ഒരു ആൾക്കാർക്ക് ഇല്ല. സത്യം ഞാൻ അതിൽ 100% യോജിക്കണം. ഞാനിപ്പോ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഡിപ്രഷൻ എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. പലരും ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴി കേൾക്കാൻ തുടങ്ങിയ, എൻ്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ കേൾക്കാൻ തുടങ്ങിയ.
ഈ കേട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഡിപ്രഷൻ വന്നു തുടങ്ങിയത്. ഒരു 70% പേർക്കും റീസൺ എന്നാ, ഇതിനോട് ഒരു എക്സ്പോഷർ കിട്ടുകയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര തളർന്നിരിക്കാന്ന് വിചാരിച്ചോ, നീ ഡിപ്രസ്ഡ്, ഓ ഞാൻ ഡിപ്രസ്ഡ് ആയി, അങ്ങനെയല്ല, അടുത്ത ടെൻഷൻ ഇനി ഇത് ഡിപ്രഷൻ ആണോ. ഒരു ജഗദീഷ് എന്റെ ഇതിൽ പറയില്ലേ, വിജൃംഭിച്ച വിജൃംഭിച്ച സ്ഥലം, അതെന്താ സംഭവം, എന്താ പറയാ, ഒരു വെയിറ്റ് ഇല്ലേ, അതേപോലെ ഡിപ്രഷൻ പറയുമ്പോ എന്താ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല, ഡിപ്രഷനാണ്. ശരിക്കും ഒരു ഡിപ്രഷൻ മീനിങ് ഉണ്ട് തന്നെ വിചാരിച്ചോ. അതിന് മറ്റേ ഡിപ്രഷൻ ഡെഫിനേഷൻ ഉണ്ടല്ലോ, എല്ലാത്തിനും ഡെഫിനേഷൻ ആണ്. എന്റെ ഡെഫിനേഷൻ പറഞ്ഞ അത്രയ്ക്ക് പീക്ക് സ്റ്റേജില് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്, സൂസൈഡിന്റെ വക്കില് എത്തി. ആ സംഭവം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ഡിപ്രഷൻ പറയുമ്പോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഒരു ഫോട്ടോ ഇട്ടു, ലൈക്ക് ഇട്ടിട്ട് ഡിപ്രഷൻ. എന്നെ ഹാപ്പി ബർത്ത്ഡേ ഇട്ടില്ല ഒരാൾ, എനിക്ക് ആത്മഹത്യ, സൂസൈഡ്, ആ രീതിയിലാണ്. അവരുടെ അടുത്ത് ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, സ്റ്റഡി എഞ്ചിനീയറിംഗ് ആയിട്ട് കേറ്റിയു, അണ്ടർ കേറ്റിയു, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും സൂയിസൈഡുകളുടെ കാരണം. അത് പറയുമ്പോ സൂയിസൈഡുകളുടെ കോമഡി പറഞ്ഞ പക്ക കോമഡിയാണ്. എന്തൊക്കെ റീസണാ ചാൻ വേണ്ടി റീസൺ. പണ്ടത്തെ ഒരു സൂസൈഡ്, കടം വന്ന് പണ്ടാടി അതിനൊക്കെ സൂസൈഡ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടു, ലൈക്ക് ഇട്ടില്ലേ, സൂസൈഡ് ചെയ്തു. മേക്കപ്പ് സെറ്റ് വാങ്ങിക്കൊടുത്തില്ലേ, സൂസൈഡ് ചെയ്തു. സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചില്ലേ, സൂസൈഡ് ചെയ്തു. മലപ്പുറത്തെ കേസ്, റിമോട്ട്, ടിവിയുടെ റിമോട്ട് കൊടുത്തില്ല, സൂസൈഡ് ചെയ്ത്. അതേപോലെ മൊബൈൽ കൊടുത്തില്ല, സൂസൈഡ് ചെയ്ത്. എന്നെയൊക്കെ എത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ അനിയന്റെ അടി ഉണ്ടാക്കുമ്പോ പല സമയത്ത് എന്റെ അടുത്ത് റിമോട്ട് വാങ്ങിച്ചോണ്ടിട്ടുണ്ട്. നമ്മളെന്ത് അപ്പൊ തന്നെ റിമോട്ട് കിട്ടുമ്പോ തന്നെ ആ കാര്യം മറന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിങ്ങനെ ആലോചിച്ചിരുന്ന് അന്ന് മൊത്തം ആലോചിച്ച് പോയി സൂസൈഡ്. പിന്നെ അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ A+ അതിന് സൂസൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്ക് കുറഞ്ഞു. ഇതിനും മറ്റേ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ട് റിലേഷൻ ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ഫീൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ അൽഗോരിതത്തിന് അറിയാം. സോഷ്യൽ മീഡിയ അൽഗോരിതത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും സെർച്ച് ചെയ്യോ, അയാളുടെ എന്തെങ്കിലും ഒരു ഇമോഷൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഫീഡ് വരണം. ഇപ്പോ ചേട്ടനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ, എനിക്കൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അവരെന്താവും, പുതിയ ഒരു അൽഗോരിതം അതിലുണ്ടാവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ കുറച്ച് പാട്ടുകൾ സെർച്ച് ചെയ്തിട്ട് കണ്ട്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ പാട്ട് പറഞ്ഞാൽ, ആദ്യത്തെ 2 കേട്ട പാട്ടുകൾ പറഞ്ഞാൽ ഡിപ്രഷനോട് സാമ്യമുള്ള പാട്ടുകളാണ്. അത് കുറച്ചൊക്കെ ഒരു ആ ഒരു മൂഡിലുള്ള പാട്ടുകളാണ് കേട്ടത്. മറ്റേ കനവേ ആ ഒരു പാട്ട് എക്സാമ്പിളായിട്ട് പറയാം. അങ്ങനത്തെ 2 പാട്ടുകളാണ് ഞാൻ കേട്ടത്. ഞാൻ കേട്ട് ഓക്കെ ബാക്ക് അടിച്ച്. പിന്നെ ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ റീൽസ് സ്ക്രോൾ ചെയ്തപ്പോൾ ഓരോ ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള അൽഗോരിതം, അങ്ങനത്തെ ആ രീതിയിലുള്ള ഫീഡുകളാണ് വന്നത്. അങ്ങനെ അതിലത്തെ ഒരു റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഞെട്ടിപ്പോയി. ആ റീല് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മരിക്കണോ, നിങ്ങൾക്ക് ജീവിതം മടുത്തോ, ഈ ജീവിതം നിർത്തിയാൽ മതി, അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഈ ഒരു അൽഗോരിതം ഒരു കുട്ടി കണ്ടു വിചാരിച്ചു, ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു കുട്ടി കണ്ടു വിചാരിച്ചു, എന്താവും കുട്ടറ മാനസികാവസ്ഥ. ആ റീൽ എന്ന് പറഞ്ഞാൽ, ആ റീൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഭയങ്കര നമ്മൾ ഡിപ്രസിങ് ആയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഒരാളിങ്ങനെ തകർന്ന അവസ്ഥയിൽ നിൽക്കുക. എനിക്ക് ജീവിതം നിർത്തിയാൽ മതി, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഈ ജീവിതം ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ പറയുന്ന സംഭവം. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് അതിന് ഞാൻ പറഞ്ഞ പോലെ 1 മില്യൺ വ്യൂസും അതേപോലെ തന്നെ ഒരു 100K ലൈക്കായിട്ടുണ്ടാവും. അത്രക്കും ആ വീഡിയോ ക്ലിക്കായി. അപ്പോൾ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറ്റൻഷൻ സ്പാനാണ്. ഇതിപ്പോൾ നമ്മൾ അവരുടെ ഈ എന്താണ് പറയുക, എല്ലാ രീതിയിലും അവരെ ബാധിക്കും. ആ ബാധിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ അക്കാഡമിക്സിൽ ബാധിക്കും. ബാധിക്കാൻ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നതാണ്. ഇവര് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, ഒരു ഗുഡ് സ്റ്റുഡൻറ് ആരായിക്കോട്ടെ, അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ് വന്നിട്ട് ഒരു റീൽ അഡിക്റ്റ് വിചാരിച്ചോ, ഫുൾ റീൽ. അതായത് രാവിലെ എണീക്കുന്നത് മറ്റേ നോട്ടിഫിക്കേഷൻ കണ്ട് റീലാണ്. നമ്മുടെ അടുത്തൊരു പയ്യ ഉണ്ടല്ലോ, റീൽ കണ്ടോണ്ടാണ് എണീക്കുന്നത് ബെഡിന്റെ മുകളിൽ നിന്ന്. ആ റീൽ കണ്ട് അത്ര ഡോപ്പമിൻ അത്ര റിലീസ് ആയി പീക്ക് ലെവലിൽ എത്തി നിൽക്കുക. പഠിക്കാൻ ശ്രമിച്ചു, പറ്റില്ല, കാരണം അത് ബോറിംഗ് ആണ്. ഒരു ബുക്കിലെ പേജ് വായിക്കണമെങ്കിൽ നമുക്ക് ഇത്ര ലെവൽ ഫോക്കസ് വേണം. അതിപ്പോ ആർക്കും തന്നെ ഇല്ല. നമുക്ക് ഇപ്പോ ഒരു ചാലഞ്ച് വെക്കാൻ തന്നെ വിചാരിച്ചോ, ഒരു മണിക്കൂറെങ്കിലും നമ്മളിപ്പോ ജസ്റ്റ് ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നു, ഫോൺ ഒന്നുമില്ല, ഇപ്പോൾ റൂമിൽ ഒരു പോയിന്റിലോട്ട് പറ്റുമോ, ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. കാരണം അവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്ന് ഓടും അങ്ങോട്ട്. ആ ഒരു ഇതാണ് പറയുമ്പോൾ പറഞ്ഞാൽ അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ്. കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് റീൽസ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വീഡിയോസ് ഒരു 1/2 മണിക്കൂറിൻ്റെ 10 മിനിറ്റിൻ്റെ 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ വീഡിയോസ് ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് ഷോർട്സായി. അപ്പോൾ ആൾക്കാർ ഷോർട്സ് തന്നെ ഫുൾ എത്ര ആൾക്കാർ കാണുന്നുണ്ട്? ആരും കാണില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാരണം നമ്മളെ അറ്റൻഷൻ സ്പാൻ അത്ര ഇല്ല. ഫുള്ള് കണ്ടിരിക്കാനുള്ള ക്ഷമ നമുക്കില്ല.
കാരണം അതിനും നല്ല കണ്ടന്റുകൾ നമ്മൾ കണ്ട് കൺസ്യൂം ചെയ്ത് നമ്മളെ ബാർ ത്രഷോൾഡ് നമ്മൾ മുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഒന്നാമത് ചെറുപ്പക്കാരാണ്, അവരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫേസിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഈ റീൽസ് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര അടിപൊളി റീൽസ് എല്ലാം കൊണ്ട് അവർ സ്ക്രോൾ ചെയ്യും. പിന്നെ അതിനായിട്ട് അടിപൊളി റീൽസ് കിട്ടാൻ വേണ്ടി അവർ പിന്നെ നോക്കുമ്പോൾ അവർ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ് വരും. ഈ ഒരു അറ്റൻഷൻ സ്പാൻ വെച്ചിട്ട് അവർ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്താണ്, അരമണിക്കൂറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ വീഡിയോ ഇവർക്ക് ഒന്നും പഠിക്കാനില്ല. അവരിങ്ങനെ വിചാരിക്കും ഇതെങ്ങനെ പഠിച്ച് തീർക്കുക എക്സാം. അവസാനം അവർ നീട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവം തന്നെ എക്സാമിൻ്റെ തലേദിവസം അവർ നോക്കുക. എന്നിട്ട് എക്സാമിൻ്റെ തലേദിവസം നോക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റില്ല. എടാ അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു അറ്റൻഷൻ, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടാ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തൊരു കാര്യമായിട്ട്, അതായത് 4G ഫോണിൽ എങ്ങനെ 5G ഇനേബിൾ ചെയ്യാന്നുള്ള സംഭവം, ഒരു വീഡിയോ ഇനേബിൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ചെയ്യും പറയും. ലാസ്റ്റ് പുതിയ ഫോൺ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അവസ്ഥ. നമ്മുടെ കൊറോണ സമയത്ത് നമുക്ക് നെറ്റ് റേഞ്ച്, കൊറോണ സമയത്തല്ല, മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നെറ്റ് റേഞ്ച് ഒക്കെ കുറവായിരുന്നു. അപ്പോ നെറ്റ് സ്പീഡ് കിട്ടാൻ വേണ്ടി ഏതാണ്ട് ബ്ലേഡൊക്കെ വെച്ചിട്ട് ഏതാണ്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉടായ്പ്. എനിക്ക് അറ്റൻഷൻ കിട്ടാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ 5G ആവിക്ക് ഫോണിന്റെ ഒന്നും ആവശ്യമില്ല. അവസാനം പറഞ്ഞ കാര്യങ്ങൾ എത്തി. 5G ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ 5G കിട്ടൂ. എന്നാ പിന്നെ അത് സംഭവം അവർ ആദ്യം പറഞ്ഞാൽ അത് പോയി, ആ ഒരു കോൺസെൻട്രേഷൻ അറ്റൻഷൻ പോയി. അങ്ങനത്തെ ഓരോ ട്രിക്സ്. അതേപോലെ തന്നെ ഷോർട്സിൽ തന്നെ ആൾക്കാരെ, അതായത് അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ലാത്ത ചെയ്യുന്ന സംഭവം പറഞ്ഞാൽ ഈ വീഡിയോ അവസാനം വരെ കാണും. ഒരു ട്വിസ്റ്റ് ഉണ്ട് അവസാനം. പിന്നെ അതേപോലെ 4 പോയിന്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകണമെന്ന് വിചാരിച്ചോ. ടോപ്പ് 5 റീസൺ ഏറ്റവും ഇതാണ്, അതാരും സ്കിപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു കാരണം വെച്ചിട്ട് അവർക്ക് അറ്റൻഷൻ സ്പാൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല, അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു അൽഗോരിതം ഒരാൾക്ക് മനസ്സിലായി പിന്നെ കേൾക്കുന്നുണ്ടില്ല. അപ്പൊ തന്നെ എന്ത് നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ പോയിന്റ് അവർ ലാസ്റ്റ് കൊണ്ട് വെക്കും. എന്നിട്ട് അവർ പറയും ലാസ്റ്റ്. ഇപ്പൊ ഞാൻ പറയണ അതേപോലത്തെ ഒരു സംഭവം നമുക്ക് നമ്മുടെ ഈ സ്റ്റഡീസിലും കാര്യങ്ങളും കൊണ്ടുവന്നാൽ ബെറ്റർ ആയിരിക്കും. അറ്റൻഷൻ കിട്ടാൻ എന്തെങ്കിലും ഒരു രീതി. ഞാൻ ഇപ്പോൾ ഓർക്കണ ഒരുത്തൻ പറഞ്ഞൊരു ഐഡിയ, ഒരു ആപ്ലിക്കേഷൻ്റെ ഐഡിയ. അതായത് ഒരു ആപ്പിൽ പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം, പ്രൊഡക്റ്റീവായ സംഭവങ്ങൾ മാത്രമായിട്ടുള്ള അങ്ങനത്തെ റീൽസും ഷോർട്സ് മാത്രമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞത് അതിന് പ്രാക്ടിക്കൽ ലെവലിൽ അത് നടക്കൂല. കാരണം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ആദ്യം വരണം. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ക്വിറ്റ് ചെയ്തിട്ട് അതിൽ വരാനുള്ള ഒരു റീസൺ അയാൾക്കില്ല. അത് ഈ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, കാരണം അവിടെ ഫ്രീ ഡോപ്പമിൻ ചുമ്മാ കത്തി കയറുന്നു, അന്നേരം പിന്നെ ഇതിലേക്ക് വരുമോ? നേരെ മറിച്ച് ഒരാളെ നമ്മൾ ഫോഴ്സ് ചെയ്യാണ്, അങ്ങനെയാണ് അയാൾ വരും. അല്ലാണ്ട് ഒരിക്കലും ഒരാൾ വരില്ല. പിന്നെ അതേപോലെ തന്നെ 2017 നടന്ന സ്റ്റഡിയിൽ പറഞ്ഞു പറഞ്ഞാൽ കുട്ടികൾ ഹൈ ഡോപ്പമൈൻ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് അല്ലെങ്കിൽ ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ ആൾക്കാർക്ക് അക്കാഡമിക്സ് ലെവൽ നോക്കുമ്പോൾ ടെസ്റ്റുകളിൽ അവരുടെ ടെസ്റ്റ് റിസൾട്ട്സിലൊക്കെ അവർക്ക് ഭയങ്കര പുവർ പെർഫോമൻസ് ആണ് അവരെ ടെസ്റ്റ് റിസൾട്ട്സിലൊക്കെ കാണുന്നത്. അതിൽ അവർ പറഞ്ഞാൽ ഇതിലായിട്ട് വലിയൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവർ കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർ അറ്റൻഷൻ സ്പാൻ കുറയും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ അത് പ്രൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നെ. സ്റ്റഡീസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതന്നെ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ 2021 പറഞ്ഞൊരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിലവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഇപ്പോൾ എന്താ കാര്യം, വെറുതെ ഫിസിക്കലായിട്ട് നമ്മൾ ഒബീസിറ്റി കുറക്കുന്നുള്ള മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സൺലൈറ്റ് കിട്ടുന്നുള്ള സംഭവം മാത്രമല്ല, ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കും ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഇൻസിഡൻ്റ് ആവും. അതായത് കളിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, നമ്മളെ അമ്മ വടിയിൽ നിൽക്കുന്നുണ്ട്. അവിടെ വടിയിൽ വിളിച്ചു പറയും, ചേട്ടന്മാര് വിളിച്ചു പറയും, എടാ നിന്റെ അമ്മ വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങും. അവിടെ പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ് ഒന്നുമില്ല, ചെറിയൊരു പ്ലാനിങ്, പക്ഷെ അതിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ബ്രെയിൻ ഓരോ ന്യൂറൽ പാത്വേക്കും കണക്ട് ചെയ്ത് അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോകും. ഇവിടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെ അതിന് രക്ഷപ്പെടാം, കൂട്ടുകാരോട് പറയാം നീ പോയി നോക്കാം വടിയിലാണ് നിൽക്കുന്നത്, നീ എൻ്റെ കൂടെ അടിക്കത്തില്ല, എന്നെ അടിക്കത്തില്ല. അങ്ങനെ ഓരോ പ്രോബ്ലം റിയൽ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രെയിനെ നമ്മൾ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ലെവലിൽ എത്തിക്കും. എന്നിട്ടാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എന്താണ് പറയുക, ഒരാൾ അടിക്കാൻ വരുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ഇങ്ങനെ അടിക്കാൻ വരുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം നമുക്ക് ഓരോ റീൽസ് ഉണ്ടല്ലേ, അടി കൊണ്ട് തൂറും. റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ബ്രെയിനിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണെങ്കിൽ എല്ലാ സംഭവവും ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ, അതായത് നമ്മൾ ഈ ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് അത് നമ്മളിങ്ങനെ ചെത്തിയിട്ട് മടൽ ചെത്തിയിട്ട് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്രിയേറ്റീവ് സ്കില്ലാണ് സംഭവം ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ അതിന് മോളെ MRF എഴുതിയിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം ബാറ്റ് പുതിയത് വാങ്ങി വേണം. നമ്മളല്ലാതെ നമ്മളൊരു ക്രിയേറ്റീവ് വർക്ക് ഉണ്ട്. ഇപ്പോഴും ഓർമ്മ ഉണ്ട്, കഷ്ടപ്പെട്ട് എന്താ പറയുക മടലെല്ലാം ചെത്തി സാധനമാക്കി വയ്ക്കും, പിറ്റേ ദിവസം അമ്മ മറ്റേ അടുപ്പിലിട്ടുണ്ടാവും. അന്നേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്.
പക്ഷെ അതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ്, അതൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ. ഇതിനോട് അനുഭവിച്ചിട്ടുണ്ടാവുന്ന അഡിക്ഷൻ മിക്ക ആൾക്കാർക്കും അവർ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആദ്യം മെൻഷൻ ചെയ്ത സംഭവം, ഒരു കുട്ടിയുടെ അടുത്ത് മൊബൈൽ മേടിക്കുമ്പോൾ അവരിങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ചെറിയ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അകപ്പാടെ കാറി പൊളിക്കുക. ഒരു കാറ് പൊളിയുമ്പോ ഏതൊരു പേരന്റ് ആയാലും എന്താ കുട്ടിയെ മനസ്സിലും ഫോൺ കൊടുക്കും, നമുക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ 2019 നടന്ന സ്റ്റഡിയിൽ പറയണമെന്ന് പറഞ്ഞാൽ, അതായത് കുട്ടികൾക്ക് ഏർലി എക്സ്പോഷർ മൊബൈലിനോട് അല്ലെങ്കിൽ മൊബൈലിലേക്ക് ഏർലി എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ കൂടുതലായിട്ട് അതിനോട് അഡിക്റ്റഡ് ആയിട്ട് ഒരു വിത്ഡ്രോവൽ സിംറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാൻ നോക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതിന് മൊബൈൽ മേടിച്ച് അവർക്ക് ആകെ ഒരു ഇതുകൊണ്ട് വരും, എനിക്ക് വേണം, എനിക്കത് വേണം, അത് കിട്ടിയേ പറ്റൂ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പല കാര്യത്തിനും വാശി പിടിക്കലുണ്ട്. പിന്നെ ഒരു കാറ് വേണം, ബോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണ പോലെ അല്ല ഇത്. അതിലും വലിയ സംഭവമാണ്, അതിലും വലുതായിട്ട് അവർ വാശി പിടിക്കും. അപ്പം അമ്മമാർ വിചാരിക്കും. നമ്മൾ തന്നെ ചാലഞ്ച് വെച്ചിട്ടില്ലേ, നീ ഓർക്കുന്നുണ്ടാ? 22 ദിവസം നമ്മള് ഫോൺ എല്ലാം ലോക്ക് ചെയ്ത് ഡോപാമൈൻ ഡിറ്റോക്സ് പറ്റുന്നില്ല, നമ്മളൊരു മാതിരി ആയി പോവും. ഞാൻ ഒരു ദിവസം സംഭവം ചെയ്യാൻ നോക്കിയാൽ മൊബൈൽ എടുത്തിട്ട് കബോർഡിനുള്ളിൽ വെച്ച് ലോക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് ലാപ്ടോപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ലാപ്ടോപ്പിൽ നോട്ടിഫിക്കേഷൻ, ലാപ്ടോപ്പ് കബോർഡിൽ എടുത്തേക്കേണ്ട അവസ്ഥയാണ്. അതായത് നമുക്ക് എങ്ങനെ പോയാലും വേറൊരു സോഴ്സ് ഉണ്ട്, സോഴ്സ് നമ്മൾ അത് കണ്ടു വെക്കും, നമ്മുടെ ബ്രെയിൻ അതിനോട് ഇതാക്കാൻ നോക്കും കൂടുതലായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മറ്റേ ഡോപാമൈൻ ഡീറ്റോക്സ് ഇരിക്കുമ്പോ എന്റെ റൂമിൽ റീൽസ് വേണം, അന്ന് അത് പോയി കാണാം, അവന്റെ അടുത്ത് പോയിരുന്ന്. ഇപ്പോൾ കുട്ടികൾക്ക് ഏർലി എക്സ്പോഷർ മൊബൈലിനോട് കിട്ടുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് വേറൊരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഏർലി എക്സ്പോഷർ അവർക്ക് ഈ ഇൻ്റർനെറ്റിനോട് അല്ലെങ്കിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തുണ്ട് അല്ലെങ്കിൽ ഫോണ് അങ്ങനത്തെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, അതിനോട് അവർ കൂടുതലായിട്ട് ഇതാകും. തുണ്ട് മാറ്റത്ത് മാത്രമല്ല തെറിവിളികൾ അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനോട് കൂടുതലായിട്ട് ഒരു എക്സ്പോസ്ഡ് ആവും. സോഷ്യൽ മീഡിയ പറയുമ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആണ്, കാരണം റെസ്ട്രിക്ഷൻസ് പേര് മാത്രം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതില്. കാരണം അത് ഒരു ഫിൽറ്ററും ഇല്ല, കുട്ടികളെല്ലാവരും കാണും, യൂട്യൂബേഴ്സ് ആണ്, ഒരു ഇതുമില്ല, ചുമ്മാ അത് വിളിച്ചങ്ങ് പറയാം, കാരണം അവർക്ക് എന്താ വേണ്ടത്, റീച്ച്. സത്യം, നമുക്ക് മൊത്തത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ലിവ്ലിഹുഡിന് വേണ്ടി അവർ ചെയ്യണം. പക്ഷേ ഇത് കൺസ്യൂം ചെയ്യുന്നത് മൊത്തം പിള്ളേരാ. എന്നിട്ട് പിള്ളേർ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ, ഇപ്പം ഞാൻ ഓർക്കണുണ്ട്, ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടും ആയിക്കോട്ടെ, എനിക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിലും അല്ലെ ക്ലാസ്സിൽ പെണ്ണുങ്ങളോ ലേഡീസ് ആരെങ്കിലും അടുത്തേക്കും നമുക്ക് ഈ തെറിയൊന്നും പറയാൻ വേണ്ടി തോന്നത്തില്ല. മനസ്സിലായി? നമുക്കിങ്ങനെ ഒരു എന്നാ പറയുക, ആ മാന്യത ഇല്ലാത്തവളെ നമ്മൾ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിക്ക് അയക്കണേ. പക്ഷെ ഇപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ബാക്കിയുള്ളവരെ, എൻ്റെ അടുത്തല്ല ബാക്കിയുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാൽ തെറി വിളിച്ചോണ്ടാ, നീ എന്താ മയിര് ഇന്ന് വരാത്ത, ഇന്നലെ വരാത്ത, ഇൻട്രൊഡക്ഷൻ ടെററായിട്ടാണ് അവർ വിളിച്ചിട്ട് സെൻസിറ്റീവ് പറഞ്ഞതിലും വലുതാണ് സംഭവം സംഭവിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ദൈവം, ഇവർക്ക് ബേസിക് മാനേഴ്സ് ഇല്ല. ഇവരുടെ വിചാരം തെറിക്ക് പറയുന്നവർ ഭയങ്കര ബാഡാ സ്കൂൾ മറ്റേ സംഭവം പോലെ വിചരിപ്പിച്ചതാ. എന്താ സംഭവം, എന്താ കനുള്ള വാക്കല്ലേ ആ സാധനം. അതേപോലെ ബാഡാസ്. ഇപ്പൊ അതേപോലെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ നമ്മളിപ്പോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചാലും ഭയങ്കര വ്യത്യാസമാണ്. പണ്ടൊക്കെ പറഞ്ഞാല് എന്താണ് പറയുക, സൺലൈറ്റ് കിസ്ഡ് അങ്ങനെയൊക്കെയാണ്, സൺ കിസ്ഡ് അങ്ങനെയൊക്കെയല്ലേ വരിക. ഐ മീൻ നാച്ചുറലായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം, അങ്ങനത്തെ സംഭവങ്ങളല്ല. അതൊക്കെ അവർ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ എന്ന് പറഞ്ഞാല് സ്ലട്ട്, ഐ എം എ ബിച്ച്, ഐ എം എ സ്ലട്ട്, അങ്ങനത്തെ ഇതിന്റെ മീനിങ്സ് പോലും അവർക്ക് അറിയില്ലായിരിക്കും. ബിച്ച്, ഐ എം എ സ്ലട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള ക്യാപ്ഷൻസും സംഭവങ്ങളൊക്കെ അവർ ഇട്ടുന്നത്, അല്ലെ അതിനോട് സാമ്യമുള്ള സംഭവങ്ങൾ. അപ്പം അത്രയും മൊത്തത്തിൽ അതിപ്പോൾ പാട്ടുകൾക്ക് അതിൽ വലിയ വൾഗറായി. പാട്ടുകളും ശ്രദ്ധിച്ചാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ എങ്ങനത്തെ പാട്ടുകളാണ്, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ എടുത്ത് നോക്കിയാട്ടോ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയും. കസിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കസിന് കാണുന്ന അല്ലെങ്കിൽ അവളുടെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളൊക്കെ പറഞ്ഞാൽ അതിൽ ഇട്ടിട്ടുണ്ട്. എന്ത് എന്നൊക്കെ സ്പോട്ടിഫൈയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേട്ട് നോക്കുമ്പോഴാണ് എക്സ്പ്ലിസിറ്റ് മറ്റേ ഫക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സെൻസേർഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉള്ള പാട്ടുകൾ. ഇപ്പോൾ മറ്റേ ബില്ലി ലിഷിൻ അങ്ങനെ കുറേ ആൾക്കാരെ പാട്ടുകൾ, മിക്ക ആൾക്കാരെ പാട്ടുകൾ ഫുള്ള് പക്ക് അങ്ങനത്തെ സംഭവങ്ങളാണ്. മറ്റേ ഹോളി അൺഹോളി പറഞ്ഞിട്ട് പാട്ട് കേട്ടിട്ടുണ്ടോ? അതിൽ പറഞ്ഞാൽ അതിൻ്റെ ലിറിക്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മൊത്തം ഒരു എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങൾ, ദൈവത്തിനെതിരെ അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ബീറ്റിൽ തോന്നും. പക്ഷെ അതിൻ്റെ ലിറിക്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, അത് ആ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ആശയം കടത്തും. പണ്ടത്തെ ഒരു പാട്ട്, ഇപ്പൊ വെല്ല ചന്ദനക്കെണ്ണം പറയണം, എത്ര ഡീപ്ലി നാച്ചുറൽ മീനിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല.
അതേപോലത്തെ പാട്ടുകൾ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ പാട്ടൊക്കെ ജസ്റ്റ് കേൾക്കാൻ രസമുണ്ടെന്നല്ലാതെ, അതായത് എഡിറ്റിങ്ങിന് അതിനൊക്കെ കൊള്ളത്തുള്ളൂ. ഇതൊക്കെ പറയുന്നതിൽ ഇതെല്ലാം ഒരു കുട്ടീനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും നെഗറ്റീവായിട്ട്. അതേപോലെ ഇപ്പോഴത്തെ അച്ചീവ്മെന്റ്സ് നമ്മൾ എടുത്തു നോക്കുകയാണ്. പണ്ടത്തെ നമ്മൾ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു? കുട്ടിന് നല്ല മാർക്ക് മേടിക്കുക, അല്ലെങ്കിൽ എക്സാമിന് ഫസ്റ്റ് വാങ്ങുക, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ അച്ചീവ്മെന്റ്സ് ആയിട്ട് കണക്കാക്കണം. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അച്ചീവ്മെന്റ്സ് പറഞ്ഞാൽ റീൽസിൽ വണക്കി അടിക്കുക. സീരിയസ്. വേറൊരു അച്ചീവ്മെന്റ് ഉണ്ട് ആണുങ്ങൾക്ക്, കൃത്യം ജോലി. മറ്റേ മീവിങ് എന്റെ മോനെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിനെ എങ്ങനെ എടുത്തവരും 1 മാസം കൊണ്ട് 2 ആഴ്ച കൊണ്ട്. അത് ശരിയാ. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കസിൻ ജെൻസി ചെക്കനാ. അപ്പോൾ ഈ ജെൻസി കസിൻ്റെ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി. ഇൻസ്റ്റാഗ്രാം എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ, ഹൗ ടു മേക്ക് ജോലൈൻ ഷോർട്സ് വരിക, റീൽസ് വരിക. ഹൗ ടു മേക്ക് ജോലൈൻ എന്നിട്ട് മീവിങ് ചെയ്യണതിൻ്റെ ടിപ്സ്, അതേപോലെ എങ്ങനെ എന്താണ് ഒരു ബോഡി വരും, 10 ദിവസത്തിനുള്ളിൽ എങ്ങനെ ബോഡി വരും, അങ്ങനെ ഏറ്റവും ഷോർട്ട് ടൈമിൽ ഇത്ര എന്നാ പറയണ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് എങ്ങനെ ആവാം. എൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അതായത് ഞാൻ ലീവിന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യം സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും, അതായത് കാഷ്വലായിട്ട് ഇവൻ എന്നാ ചുവിങ്ങും ചവച്ചുകൊണ്ട് വന്നേ. 2ാമത്തെ ദിവസം കണ്ടു, 3ാമത്തെ ദിവസം കണ്ടു, 4ാമത്തെ ദിവസം കൊണ്ടാണ് ഞാൻ ചോദിച്ചു, നീ എന്നാടാ എന്നും ഇങ്ങനെ വായിൽ മിട്ടായിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാടാ, പറഞ്ഞുതരാം. വലിയ എന്താ സംഭവം, ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നു. എന്നടാ ഇവൻ പറയാൻ പോണേ, വലിയ സംഭവം എന്താ പറയാൻ പോവാ. ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് ക്ലീൻ ആവും അങ്ങനെ വല്ലതും പറയുമെന്ന് വിചാരിച്ചോണ്ട് എന്നതാ മറ്റേ ഓർബിറ്റ്. അപ്പൊ ഞാൻ ചെന്നിരിക്കും, ഇവ ഒരു വീഡിയോ കാണിച്ചുതരാ, ഹൗ ടു ക്രിയേറ്റ് എ ജോലി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് 2 ബൂമർ വെച്ച് ചവയ്ക്കുക. സീരിയസ് ആയിട്ട് എങ്ങനെ പറയണ. അപ്പൊ ഇവിടെ ജോലൈൻ ഉണ്ടാവും. നിങ്ങൾ എന്തോ ഫേഷ്യൽ ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾ ഇത്ര പെർസെന്റേജ് അട്രാക്റ്റീവ് ആവും. എന്തൊക്കെയാ, വെറുതെ ഷോ ഓഫിന് വേണ്ടിയാണ് ഇപ്പൊ കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ബ്യൂട്ടിയുടെ സ്റ്റാൻഡേർഡ്സ്. ഇതാണ് സീരിയസ്ലി. ഒരാൾ കറുത്തിരുന്ന് കഴിഞ്ഞാ, ഞാൻ എന്താ പറയുന്നത്, ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം തന്നെ മാർക്കറ്റിൽ വേറെ സംഭവമുണ്ട്. അതായത് ഈ എന്താണ് ഇപ്പൊ ഈ ഇതിനെ പറഞ്ഞത്, അതായത് ഫെയർ ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ, കോംപ്ലക്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ, അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയക്കാരെ പോലെ തോന്നിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴത്തെ യൂത്ത് BTS വേണമെങ്കിൽ നമ്മൾ പറയുന്ന സാധനങ്ങളെ അവരൊരു സംഭവമാണ്. ഈ കൊറിയക്കാരെ പോലെ മുടി ഇങ്ങനെ കുറച്ച് വളർത്തിയിട്ട് മീശും താടിയെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് അങ്ങനെ അവരെ ഡ്രസ്സിലൊക്കെ നമ്മൾ ഈ പറയണ കാരണം നമുക്ക് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ ഡിസ്ലൈക്ക് കിട്ടും. BTS പിന്നെ അവർ കമന്റ് ബോക്സിൽ തൂരി വെക്കും. അല്ല കാര്യം പറയാം, കമന്റ് ബോക്സിൽ ഒരു പർപ്പിൾ സാധനം ഉണ്ട്, പർപ്പിൾ ഹേർട്ട് തൂറി വെക്കുക. അതാണ് അവരുടെ പരിപാടി. പർപ്പിൾ തൂറി അറിയുന്നത്. ഞാൻ കഴിയട്ടെ, ഒരു ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ഇപ്പോഴത്തെ എല്ലാവരും പറയാം, ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് നമ്മളെ സാധാരണ നമ്മളെ ബോയ്സ് ആൻഡ് സർക്കിളിൽ അവർ പറയണതാ. സീരിയസ് ആയിട്ട് BTS ആയിരിക്കില്ലല്ല, അവരെ പ്രൊഫൈൽ എടുത്ത് അതിലൊരു പർപ്പിൾ ഹേർട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അതൊരു BTS ആണാണ്. അത് വിട്ടോ. ഇപ്പൊ അടുത്ത് ഒരു പാകിസ്ഥാനിൽ ഒരു സംഭവം പറഞ്ഞത്, അതായത് കുറെ പെൺകുട്ടികൾ അവിടുന്ന് രാജ്യം BTS കാണാൻ വേണ്ടി മറ്റേ ഇവിടെ വെച്ച് പിടിച്ചത്. തമിഴ്നാട്ടിലത്തെ പെണ്ണുകൾ ട്രെയിൻ ചെയ്ത് പോകുന്നു. എന്ത് വിവരം ഉണ്ടെന്ന് ഓർത്തോണേ. ഇതൊക്കെ ഈ ജെൻസി കിട്ടിയ കുട്ടികളാണ്, ഇൻഡോർ ജനറേഷൻ കുട്ടികളാണ്. അവരുടെ വിചാരം അല്ല, അവരെനിക്ക് ഇപ്പോഴും മനസ്സിലാവാതെ, ഇവരവിടെ ചെന്നിട്ട് എന്നാന്ന് പറയും, ഞാൻ വലിയ ഫാനാണ് അവിടെ നിന്ന്. നീ ഏതടി നീക്ക് തമിഴ്നാട്ടിൽ ട്രെയിൻ ഡയറക്റ്റ് കൊറിയക്കുണ്ടാ, അവിടത്തെ മെട്രോ വഴി പ്ലാനിങ് ആണ്. കാരണം ഈ സൂര്യ ആദ്യം പറഞ്ഞ സംഭവം അവരൊരു ഫാന്റസി വേൾഡിലാണ്. ഈ ഒരു ഫാന്റസി വേൾഡ് ഒരു അറ്റത്ത് BTS ഇരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അവരെ കാത്തിരിക്കുന്ന BTS ഇരിക്കുന്നുണ്ട്. അതാണ് അവരുടെ വിചാരം. ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഇവരെ പോലീസ് പിടിച്ച് തിരിച്ചുകൊണ്ടാക്കിയാലും ഇവര് പറയില്ലേ ഞങ്ങള് BTSനെ കാണാൻ പോയതാ. ഞാൻ ഒരു മരിച്ചാൽ എന്തോ ഒരു വീരമൃത്യു വഹിച്ച മരിയാ. എന്നാ ഇവർക്ക് ലൈഫിൽ എന്ത് റിയൽ ലൈഫിലേക്ക് ഇവര് വന്നിട്ടില്ല ഇതുവരെ. ഇവര് ജീവിക്കണ കൊറിയ BTS അതാണ് ഇതാണ്. അവർക്ക് ഇവര് ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അവർക്ക് വേണ്ടി ഇത്ര എഫേർട്ട് ഉണ്ട് എന്ത് കാര്യമുള്ളത്. അതേപോലെ ആയിക്കോട്ടെ, ആരാധന ഇരുന്നോട്ടെ, പക്ഷെ ചാവുന്ന എന്തിനാ അതിന് വേണ്ടിയിട്ട്? അല്ല അതൊക്കെ ആ പെൺകുട്ടികൾ ഇതാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ് വെച്ച്
അതിനനുസരിച്ച് ആൺകുട്ടികൾ തുള്ളണതിനാണ് ഈ ആൺകുട്ടികൾ ഇവർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആൺകുട്ടികൾ എന്ത് BTS ആണ്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ പറഞ്ഞാൽ എനിക്കൊരു കുട്ടി സെറ്റ് ആയി. ഞാൻ എങ്ങനെ കുട്ടി സെറ്റ് ആയത്? ഓൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാലം കുറേ പെൺകുട്ടികളോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മിക്ക ആൾക്കാരും BTS ഫാൻ. അപ്പോൾ അവർ മിക്ക ആൾക്കാരും BTS ഫാനാണ്. ഇവൻ എന്ത് BTSൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് അത്യാവശ്യം കുറച്ച് BTSൻ്റെ നോളജ് ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവൻ കുറച്ച് BTS ഫാൻ ഗ്രൂപ്പുകളിൽ കയറി. അതിൽ കുറച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി DM അയച്ച്. അതിലത്തെ ഒരു പെൺകുട്ടി ഇവൻ്റെ ഇതിൽ വീണ്. എല്ലാത്തിനും ഒന്ന് ഇട്ട് നോക്കി. ഞാൻ അവനെ കണ്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചു. ഇവനെ ആകെ മുഖമൊക്കെ മാറിയിട്ട് ഫുൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഫുൾ ക്ലീൻ ഷേവ്. ഒരു എന്തായാലും പറയാം വാണം, അല്ലെങ്കിൽ കുണ്ടന്മാരെ ലുക്കായി. ഇപ്പോൾ ബോയ് ലവ് മൂവീസ്, കൊറിയൻ ബോയ് ലവ് മൂവീസിലൊക്കെ ഉള്ള കുണ്ടന്മാരെ ലുക്കായി അവൻ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇവനെന്താ ഇങ്ങനെ ആയത്. അപ്പോഴാണ് എനിക്ക് രണ്ടും എല്ലാം കൂടി കണക്ട് ആയത്. അതായത് ഇവൻ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം മൊത്തം ക്ലീൻ ഷേവ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അയക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളീയമായിട്ട് ഇവർ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അങ്ങനെ ആയി പെൺകുട്ടികൾ. നമ്മളെ അങ്ങനത്തെ നമ്മളിങ്ങനെ വിചാരിക്കണത് അങ്ങനത്തെ പെൺകുട്ടികൾ നമുക്ക് വേണ്ട. അതുമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബാക്കിയുള്ള അമേരിക്കയിലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവിടെയുള്ള പെൺപിള്ളേരെല്ലാവരും കൂടെ വെളുക്കണം, ഇനിയും വെളുക്കണം. അതായത് ആ ഒരു ഇവരുടെ നാച്ചുറൽ ബ്യൂട്ടി ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഇപ്പോഴത്തെ അതിലേക്ക് വരാം. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനമില്ല. മുഖത്ത് നോക്കി അറിയാം എന്താടാ ഈ കാണിച്ചത്. നീ പഴയ പഠിച്ച ആരേലുമാണ് പുതിയതായിട്ട് വന്നിട്ട് എടാ ഞാനവളാ, നീ ഏതടി, എന്ത് പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണോ നീ, എന്താവസ്ഥയാ വെളുത്ത് തൂട്ട്. അത് നമുക്ക് വേറൊരു ടോപ്പിക്കായി പറയണം, അത്രയും ഡീറ്റെയിൽ ആയി പറയുന്ന സംഭവമാണ്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ പറയേണ്ടി വരും. അപ്പം നമുക്ക് അടുത്തതിൽ കേൾക്കാം. അതായത് ഇതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സൊല്യൂഷൻ പറയാൻ, ഇവരിപ്പോൾ ഈ പേരിന് വെച്ച റെസ്ട്രിക്ഷൻസ് ഇല്ലേ, അത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷൻ പറഞ്ഞാൽ അത്യാവശ്യം ഇവോൾവ് ചെയ്ത് ഡെവലപ്പിംഗ് ആണ് ഇന്ത്യ. പക്ഷെ എന്നാലും അത്യാവശ്യം റിസോഴ്സും കാര്യങ്ങളുണ്ട്. അത് ശരിക്കും ലിമിറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് കള്ളത്തരം കാണിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും, ആ ആക്സസ് പോലും ഇല്ലാണ്ട് ഒരു ഇത് കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. എനിക്ക് ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റാ. നെറ്റ് ഒക്കെ വന്ന സമയത്ത്, അതായത് ഇന്റർനെറ്റിനോട് ആക്സസ് കിട്ടിയ ഇന്റർനെറ്റിലൊക്കെ ആക്സസ് കിട്ടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞാൽ ഇന്റർനെറ്റ് ഭയങ്കര സംഭവമാണ്, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത സാധനം അതേപോലെ വരും. അപ്പോൾ അവരോട് സംഭവം പറയില്ല, കാർ സെർച്ച് ചെയ്ത വരുന്നത്, കാർ കുറേ അവർ ഞെട്ടിപ്പോയി. കാർ സെർച്ച് ചെയ്ത കാറ് വരെ ഇവർക്ക് അപ്പോൾ വലിയ സംഭവമാണ് കാർ സെർച്ച് ചെയ്ത കാറിന്റെ ഫോട്ടോസ് വരുന്നത്. അങ്ങനെ ബൈക്ക് സെർച്ച് ചെയ്ത് ബൈക്ക് വന്നു. എല്ലാം നമുക്ക് അതൊരു നോളേജ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടുന്നത് പറഞ്ഞാൽ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതായത് പെയിന്റിന്റെ റൈറ്റിലൊരു സെർച്ച് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് MS പെയിന്റിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും ഇമേജസ്. അവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ പറയുന്ന ഇമേജ് വരും. ലൈനെ കുറിച്ച് ലൈൻ എടുത്ത് ഇതിൻ്റെ അകത്തിടാം. സെയിം ക്യൂരിയോസിറ്റി. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ അങ്ങനെ കുട്ടികൾ നോക്കുമ്പോൾ ഇവർ അപ്പുറത്തെ വീട്ടിലേക്കന്മാരാ, അവർക്ക് ഇന്റർനെറ്റിനൊന്നും ആക്സസ് ഒന്നുമില്ല. അപ്പോൾ അവർ ആദ്യമായിട്ട് അങ്ങനെ കാണുക, എന്താടാ ഭയങ്കര സംഭവങ്ങൾ എങ്ങനെയാണ് അങ്ങനെ കാണിച്ചത്. സ്ക്രോളിൽ പിന്നെ ഫോട്ടോസ് വരിക. അപ്പോൾ ഒരുത്തൻ പറഞ്ഞാടാ എന്നാൽ അങ്ങനെയാണെങ്കിൽ എല്ലാം കിട്ടുകയാണെങ്കിലേ സണ്ണി പറഞ്ഞൊരു കാറുണ്ട്, നിസാന്റെ വണ്ടിയാണ് സണ്ണി എന്നിട്ട് നിസാൻ സണ്ണി. പക്ഷെ നമുക്ക് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, ഒരു 10 വയസ്സിനേക്കും താഴെയാണ്. പക്ഷേ അല്ലല്ല, അവൻ മറ്റേ നിസാൻ സണ്ണി വണ്ടി ഉദ്ദേശിച്ചത്. ആ വണ്ടി കിട്ടുമോ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സണ്ണിന്ന് സെർച്ച് ചെയ്ത്, സംഭവം വീട്ടില് ഹാളിലുള്ള സ്ക്രീനാ. ഞാൻ സണ്ണിന്ന് സെർച്ച് ചെയ്ത് വന്നപ്പോ തുണ്ട് നിറച്ച് തുണ്ട്, സണ്ണിൽ കൊണ്ട് തുണ്ടാ വന്നത്. അപ്പൊ അത് ഞാൻ ക്ലോസ് ചെയ്ത് പിന്നെ ബ്രൗസർക്ക് പിന്നെ സാധനം ഇതന്നെ വരുന്നത്. ഞങ്ങൾക്കിത് അറിയില്ല ഇതെന്ത് സംഭവം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പറ്റിയ തെറ്റ്, അതായത് ഞങ്ങൾ തെറ്റല്ല, ആ സമയത്ത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം. ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നടത്തുന്ന, അല്ലെങ്കിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ സാധാരണ പറയുന്നത് ഇപ്പോൾ പോൺ, ആ ഒരു വേർഡ് ബോൺ എന്ന് പറഞ്ഞിട്ട് B മാറി P ആയി കഴിഞ്ഞാൽ പോൺ വരും. ഒരു ലെറ്റർ മാറിക്കഴിഞ്ഞാൽ പോൺ വരും. അതാണ് അവസ്ഥ. അപ്പോൾ അതുപോലത്തെ ഒരു മിസ്റ്റേക്ക് ഒരു കുട്ടിക്ക് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഏർലി എക്സ്പോഷറാണ്. ആ കുട്ടി എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ബോൺ ടു എക്സ്പ്ലോർ എന്ന് പറയുന്നത് പോൺ ടു എക്സ്പ്ലോർ എന്ന് സെർച്ച് ചെയ്യുന്നെങ്കിൽ സെർച്ച് ചെയ്ത് എന്താ വരിക, തുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് കുറിച്ചിട്ട് ഇതെന്താ സംഭവം, കാരണം കാണുമ്പോൾ അവർ മേത്താകെ ഒരു വൈബ്രേഷനും കാര്യങ്ങളും സംഭവം ഉണ്ടാവുന്നുണ്ട്, നാച്ചുറലി സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇവൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ റെസ്ട്രിക്ഷൻസ് അത്രയ്ക്കും, അതായത് ഒരു കുട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് ഈ റെസ്ട്രിക്ഷൻസ് ആക്കുക. ഇപ്പോൾ ഇമെയിൽ മാറ്റി കൊടുക്കുക, അതേപോലെ
ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുക്കുക, ആ ഒരു പരിപാടി ഉണ്ടാവും. ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു കണ്ടില് അതെന്തായാലും സെറ്റാക്കാൻ പറ്റൂലേ? അത്രയും ഇതിൽ റെസ്ട്രിക്ഷൻസ് വെക്കൂ. 18 ഒത്തിരി കൂടി കൂട്ടും. ഒരു 20 വയസ്സ് കഴിയാണ്ട ഒരു കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കണ്ടെന്നല്ല, അവർക്ക് ആവശ്യമില്ല. എന്തിനും ആവശ്യം? അതിന്റെ ഒരു ആവശ്യമില്ല. ഒരു സോഷ്യൽ മീഡിയയുടെ ആവശ്യമില്ല. അതായത് അതുള്ളതുകൊണ്ടാണ് ഇവർ ഈ റീൽ ഇടുന്നത്. ഞാനത് പറയാനുള്ള കാരണം വിഷമം. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ എന്താ, ചെറിയ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന അതേപോലത്തെ വീഡിയോസ് ആണ് വരുന്നത്. കാരണം പലരാടാ അത് കാണണ്ട, നീ എന്തിനാ കാണുന്നത്? പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്ട് വേറെ. ഇത് കാണുന്ന പല രീതിയിലുള്ള ആൾക്കാരാണ്. അവര് പലതും തോന്നിയിട്ട്, അതെ, പല രീതിയിൽ എന്ത് വേണേലും അവർക്ക് തോന്നാം. അപ്പൊ ആ സംഭവം റെസ്ട്രിക്ട് ചെയ്യുക. കാരണം അവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ആവശ്യം എന്താ? ആവശ്യമില്ല. ന്യൂസ് അറിയാൻ വാർത്ത ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, അത് വായിച്ചാൽ അത്രയും ജനറൽ നോളേജ് കിട്ടും. ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കുക. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു സംഭവം പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് അട്രാക്ഷൻ തോന്നുന്ന സാധാരണ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് എന്താണ്? നമ്മളെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ പ്രായത്തിനായിട്ട് കുറച്ച് കുറഞ്ഞ ആൾക്കാരായിട്ട് നമ്മൾക്ക് അട്രാക്ഷൻ തോന്നാം. അപ്പോൾ അതേപോലെ ഒരു ഇൻസിഡൻറ്റ്, ഒരു കണക്ട് ചെയ്തിട്ടുള്ള ഇൻസിഡൻറ്റ് പറയുള്ളത്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഇൻസിഡൻറ്റാണ്. അവൻ ടെലിഗ്രാമിൽ ഇതുപോലെ കുറച്ച് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ടെലിഗ്രാമിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളല്ല, എന്നാലും ഒരു ഏകദേശം ഒരു മല്ലു ചാറ്റിംഗ് ഗ്രൂപ്പ് അങ്ങനത്തെ ഗ്രൂപ്പിലുണ്ട്. മല്ലു ചാറ്റിംഗ് ഗ്രൂപ്പ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ്, CP വേണ്ടി ഒരു ഇൻബോക്സ് വാങ്ങുന്ന പറഞ്ഞിട്ടൊരു മെസ്സേജ്. CP വേണ്ട. അപ്പോൾ എനിക്ക് CP എന്താ മനസ്സിലായില്ല. എന്താ CP? അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ DM പോയി ചോദിച്ചു, എന്താ CP ബ്രോ എന്ന് മനസ്സിലായില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സംഭവം ഇതാണ്, ചൈൽഡ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞു. ചൈൽഡ് സംഭവം. അപ്പോൾ ഇവർക്ക് പിന്നെ മനസ്സിലായില്ല, എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. പറഞ്ഞാൽ മറ്റേ പരിപാടി സംഭവം എന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവൻ ആകെ ഞെട്ടിപ്പോയി. അതൊക്കെ ഇപ്പോൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ടോ? അതൊക്കെ കാരണം ന്യൂസിൽ നമ്മൾ സാധാരണ കാണുന്നത്, അത് വെച്ചിട്ട് ആൾക്കാരെ പിടിച്ച് സംഭവങ്ങൾ ടെലിഗ്രാമിൽ ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ ബ്രോ, ശരി. ബ്രോയുടെ ഏജ് എത്ര വെച്ച്? അപ്പോൾ അവൻ പറഞ്ഞ 14 വയസ്സ്. 14 വയസ്സോ? അല്ല 12 വയസ്സ്. അപ്പോൾ 12 വയസ്സോ? അവനാകെ ഞെട്ടിപ്പോയി. 12 വയസ്സുള്ളൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയക്കണ്, അതും ഈ എന്താണ് ഈ സംഭവം കണ്ടന്റ്. അപ്പോൾ കാരണം അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, അവൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ വീഡിയോസ് അവന് കാണും. വലിയ പ്രായത്തിലുള്ള ആൾക്കാരെ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഇവൻ ചോദിച്ച്, എത്ര പ്രായത്തിൽ നീ ഇത് സംഭവം കാണൽ തുടങ്ങി ചോദിച്ചു. അപ്പോൾ അവൻ 9 വയസ്സുള്ള തൊട്ട് കാണുന്നത്. 4ാം ക്ലാസ് തൊട്ട് ഇവൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറഞ്ഞത്. അതായത് ഇനി ഈ പ്രായം കുറയും. ഈ ഒരു 9 വയസ്സിനുള്ളിൽ കുറഞ്ഞ് വരും. കുട്ടികൾ ഇനിയും ഒരു ബ്രെയിൻ ഡെവലപ്പായി തുടങ്ങുന്ന സ്റ്റേജ് മുതൽ ഈ ഫോണിലൂടെ അല്ലെ ആ രീതിയിലേക്ക് ഇവർ എക്സ്പോസ്ഡ് ആവും. അതും ഇതിലുള്ള ഏറ്റവും മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10th ഇത്, അതായത് നമ്മൾ ഈ വൾഗറായിട്ടുള്ള വീഡിയോസ് കണ്ടു തുടങ്ങിയ ആളാണേലും ഒരു 5 വർഷം ആകുമ്പോഴത്തേക്കും പുള്ളി അതിൽ കുറേ ഡീപ്പ് ഡൈവ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാറ്റഗറിയിലേക്ക്. പക്ഷെ ഇത് ഈ ഒരു 9 വയസ്സിലൊക്കെ തുടങ്ങിയ ആൾക്കാർക്ക് ഒരു എക്സ്ട്രീം എത്താൻ, അതായത് ഒരു എക്സ്ട്രീം എന്നാന്ന് എക്സ്പ്ലോർ ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതൊക്കെ കാണാനുള്ള സമയമുണ്ട്. അത് സമയമല്ല. അതായത് അവരിപ്പോൾ 10ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരാളാണ്. ഇപ്പോൾ എക്സാമ്പിൾ, സെയിം എക്സാമ്പിൾ 10ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരാളാണെന്ന് വിചാരിച്ചോ. അയാൾ തുടങ്ങി ആദ്യത്തെ നമ്മൾ പറയണ പോലെ ഞാൻ ഇപ്പോൾ ഈ സണ്ണിന്ന് ഫോട്ടോ തച്ചത്, ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ലൈംഗിക ഒരു സംഭവം വരും. നമ്മളെ മേത്ത് ആകെ ഒരു വൈബ്രേഷൻ, നമുക്ക് മനസ്സിലാവില്ല എന്ത് സംഭവം അടിക്കണം, എന്താ ഫീലിംഗ് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ മെല്ലെ സംഭവങ്ങൾ പഠിച്ച് ഇപ്പോൾ ആ ഒരു കണ്ടന്റ്, ചെറിയൊരു ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, വികാരം വരും. നമുക്ക് അതിനോട് ഇതാവും, നമ്മളെ ത്രഷോൾഡ് അത്രയും കുറവാകും. പിന്നെ നമ്മൾ ഇതിൻ്റെ അങ്ങോട്ട് മുകളിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാലും പിന്നെ നമുക്ക് സാധനം പൊങ്ങുക, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത് വരിക. പിന്നെ വീഡിയോ പോരാ, പിന്നെ നമുക്ക് കുറച്ചുകൂടി കുറച്ച് റഫായിട്ടുള്ള സംഭവം കണ്ടാലും പിന്നെ നമുക്ക് വികാരം വരിക. പിന്നെ റഫും പോരാ, പിന്നെ കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടന്റ് വരും. എന്തിനാ പറയുന്നത്, നമ്മുടെ ഒരു ലൈവായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ ഇല്ലേ, അതായത് ഒമികളില് ചെറിയ പയ്യൻ കൂർപ്പിച്ചിരിക്കുന്നത്. അതായത് അത്രയും കുട്ടികൾ പോലും ഇപ്പോൾ ഇതിനോട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താ സംഭവം, അവരെ ചുറ്റുമുള്ള വേൾഡിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. ആ കുട്ടിയുടെ മുഖം നമ്മൾ കണ്ടതല്ലേ, ആ മുഖം കണ്ടിട്ട് എനിക്കൊരു ഇതുമില്ല, എനിക്കൊരു ഉടുപ്പില്ല, ഇത് സംഭവം കാണിക്കുകയാണ്. അപ്പോൾ അത്രയും ഇതായിക്കണം. അപ്പോൾ വേറെ സംഭവം പറയണത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതേ കുട്ടി ഒരു ചെറുപ്പം മുതലേ ഇതിനോട് എക്സ്പോസ്ഡ് ആണെന്ന് വിചാരിച്ചോ. ചെറുപ്പം മുതലേ എക്സ്പോസ്ഡ് ആണെങ്കിൽ അപ്പോൾ ഈ ചെറുപ്പത്തിൽ അവരാദ്യം നേരത്തെ പറഞ്ഞാൽ ഫോട്ടോസ് കണ്ടിട്ട് ആ ഒരു ഇതാവുക, പിന്നെ ഫോട്ടോസ് മാറി വീഡിയോസായി. ഈ ഒരു സംഭവം 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയാൽ കുറച്ചൊക്കെ നമുക്ക് ബ്രെയിൻ പക്വത ഉണ്ട്. 10ാം ക്ലാസ്സിലാണ് നമുക്ക് കുറച്ചുകൂടി ബ്രെയിൻ പക്വത ഉണ്ട്. പക്ഷെ നേരത്തെ തുടങ്ങുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചൈൽഡ് പോൺ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ്സ് അവർ ചെറുപ്പത്തിലെ കൺസ്യൂം ചെയ്തിട്ട് അവർ നമ്മൾ വിചാരിക്കാൻ പറ്റാത്തൊരു ലെവലിലെത്തും. അത്രയും വലിയൊരു സൈക്കോ ആവും അവർ.
അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം എൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ആക്സിഡൻറ്റ് പോകുന്ന പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഉണ്ട്. ആക്സിഡൻറ്റ് കാണുമ്പോൾ അവർക്ക് വികാരം വരുന്ന രീതിയിൽ, അതേപോലെ തന്നെ എന്താണ് വെട്ടുന്ന സംഭവങ്ങൾ, തല വെട്ടിയിരിക്കുന്നത്, അതേപോലെ ലൈവായിട്ട് ബിഹെഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല. അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഇവർക്ക് നമ്മളെ താലേക്ക് നമുക്ക് അറപ്പല് തോന്നും. നമുക്ക് ആലോചിക്കുമ്പോൾ എന്താ ഈ സാധനം, എന്ത് സംഭവം നല്ല ഇവർക്ക് ഇത് കാണുമ്പോൾ വികാരം തോന്നും. ആ രീതിയിൽ സൈക്കോസായി മാറും ഇവർ. ചെറുപ്പത്തിലെ ഇവർ ഇത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ. അതെന്തോ ഒരു മെഡിക്കൽ കണ്ടീഷൻ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ ഒരു സിനിമ എങ്ങാണ്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ സംഭവങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ആണ് ഞാൻ കുറച്ച് മുന്നേ പറയും. പിന്നുള്ളത് ഒരു 23 കഴിഞ്ഞിട്ടുള്ള ഏജസ്. ഇപ്പൊ ബോയ്സ് ആയിക്കോട്ടെ ഒരുപാട് അൺപ്രൊഡക്റ്റീവ് ആയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഒരു വുമൻസിന്റെ ഞാൻ പറയണ അത്യാവശ്യം ക്ലീവേജ് അതേപോലത്തെ സംഭവങ്ങൾ. ഇപ്പൊ ഞാനത് പറയുമ്പോ അവര് ചോദിക്കും നീ എന്തിനാടാ കാണുന്നത്, നീ പൊക്കോ. അത് ഞാൻ അവരൊന്നും പറയുന്നില്ല. കാരണം അവർക്കൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് കിട്ടണം, ഇത്ര ലൈക്ക് ഇത്ര വ്യൂസ്. അതുകൊണ്ട് ഒരു കാര്യമില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. അതെ അതെ, കാരണം അതിന്റെ ഒരു കമന്റ് ഒരാളുടെ ലൈഫിനെ അത്രയും ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. ഇത് ബേസിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾ 19 വയസ്സിൽ അവർക്ക് അത് വേണ്ട. ഇൻസ്റ്റാഗ്രാമിന്റെ ആവശ്യമില്ല. എന്തിനു വേണ്ട, ഫോണിന്റെ ആവശ്യം പോലും ഇല്ല അവർക്ക്. റെസ്ട്രിക്ട് ചെയ്യണം പറഞ്ഞാൽ അത് ഉറപ്പായിട്ടുള്ള റെസ്ട്രിക്ട് ചെയ്യുന്നേ വേണം. പാരന്റ്സ് ശ്രദ്ധിക്കും വേണം. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് സെറ്റ് ആക്കുന്ന നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഈ പേരൻസിന് തന്നെ ഇപ്പോൾ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ സ്ക്രീൻ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരെത്ര മണിക്കൂർ അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് അവരെപ്പോഴാണ് ലോഗിൻ ചെയ്തത്, എപ്പോഴാണ് അവർ സ്ക്രീൻ അൺലോക്ക് ചെയ്തത്, എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ മോണിറ്റർ ചെയ്തിട്ട് അവരെ മക്കൾ, കാരണം നമ്മുടെ സ്വന്തം മക്കളാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുള്ളതാണ് ഓരോ ആൾക്കാരെ ക്യാരക്ടർ, ഓരോ ആൾക്കാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള മൊത്തം പ്രൈവറ്റാണ്. പക്ഷേ പ്രൈവറ്റായ സംഭവം മൊത്തം അവരെ മൊബൈലിലുണ്ട്. ഒരാളെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനത്തെ ആളാണ്, അല്ല അവരുടെ ഡീപ്പസ്റ്റ് സീക്രറ്റ്സ് പോലും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അതേപോലെ നമ്മളെ മക്കൾ എന്താണ്, അവരുടെ ഡീപ്പ് സീക്രറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് നമ്മളിൽ നിന്ന് മറക്കണമെന്നതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ അവരെ സ്ക്രീൻ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ പാരന്റ് കൺട്രോൾസ് വേണ്ടി വരും. അപ്പോൾ ചെറുപ്പത്തിൽ അവർക്ക് മൊബൈൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിലൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. എന്നിട്ട് അവരെ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞ പോലത്തെ ലിമിറ്റ് വെക്കുക. ഒരു ദിവസത്തെ 2 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതും മോണിറ്റർ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ എടുക്കുക. അല്ലെങ്കിൽ അതിന് എക്സ്ട്രീം എൻഡിൽ പോവുക, മൊബൈലേ വേണ്ട. സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്ക് മൊബൈൽ ഇട്ട് എനിക്ക് +1 ആട്ടാ മൊബൈൽ തന്നെ എനിക്ക് കിട്ടിയത്. +1 +2 ഇവിടെ സ്വന്തമായിട്ട് ഒരു മൊബൈൽ കിട്ടിയത്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ മൊബൈൽ കിട്ടും, ചേട്ടനൊന്ന് ഐഫോൺ വാങ്ങിക്കൊടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് മൊബൈൽ എടുത്തിട്ട് അതിൽ ചില ആപ്പ് മാത്രം തുറക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. അത് വിളിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഞെക്കണ മൊബൈൽ മേടിച്ചു കൊടുക്കാം. ഞെക്കണ മൊബൈല് ഒരു പ്രശ്നവുമില്ല, ഹാക്ക് ചെയ്യാനും പറ്റും, ഒന്നും ചെയ്യാൻ പറ്റും. അത്യാവശ്യത്തിന് വിളിക്കും. ബോറടിച്ച പാമ്പും കൂടിയുടെ ഗെയിം ഉണ്ട്, അതിരുന്ന് കളിക്കാം. ബ്ലൂ ലൈറ്റും ഇല്ല, ഒന്നുമില്ല, എല്ലാം നല്ലൊരു സംഭവമാണ്. അപ്പോൾ വേണേൽ അങ്ങനെ ആക്കാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. അല്ലെങ്കിൽ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് നമുക്ക് പോകാം. അതായത് അവരെ ഇപ്പോൾ ഈ സംഭവം അവരെ മൊബൈൽ ഒറ്റയടിക്ക് നമ്മൾ എടുത്ത് കളഞ്ഞാൽ വേണ്ട, കളിക്കാൻ പോകണം, ജസ്റ്റ് നടക്കാൻ പോവാ, പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ അവരെ മൊബൈൽ നമ്മൾ മേടിച്ചിട്ട് അവരെന്ത് ചെയ്യുക, അവരാകണ്ട് ഇതാവും. അതായത് എനിക്കൊന്നും ചെയ്യാൻ, അത് നമ്മളോട് പറയണം എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. ഇപ്പോൾ ഈ GTA 5 ഒരു മെഷീനുണ്ട്. GTA 5 മെഷീനിൽ മറ്റേ ഈ മൈക്കിളിൻ്റെ മകൻ എപ്പോൾ നോക്കിയാലും ഈ കളിച്ചിട്ടുണ്ടാവും. മൈക്കിളിൻ്റെ മകൻ എപ്പോൾ നോക്കിയാലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അവസാനം മൈക്കിൾ എന്ത് ചെയ്യും, മൈക്കിൾ ഇവൻ്റെ സംഭവം തല്ലി പൊളിച്ചിട്ട് ഓനെടുത്തിട്ട് സൈക്ലിങ്ങിന് കൊണ്ടുപോകും ബീച്ച് വരെ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, മക്കളെ നമ്മൾ അവരെന്താണ് ചെയ്യുന്നത് അത് നിർത്തി വെക്കുക എന്നുള്ളതല്ല, അത് നിർത്തി വെച്ചിട്ട് അത് റിപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണം. റിപ്ലേസ് ചെയ്യാൻ ചെസ്സ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനുള്ളത് ചലഞ്ച് കൊടുക്കാം. ചലഞ്ചിങ് എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ അതും പറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ അവരപ്പം അതിൽ മുൻകൈ എടുത്തിട്ട് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ വാക്കിനെ കൊണ്ടുപോയി. അതിന്റെ ഒരു കാരണം ഞാൻ പറയാം മറ്റേ ഒരു പിള്ളേരുടെ ഒരു ടൈമിൽ ബ്രെയിൻ ആക്ട് ചെയ്യും. കാരണം അവർക്ക് ആ ലാംഗ്വേജ് ആ ടൈമിൽ പെട്ടെന്നാണ് പഠിച്ചിരുന്നത്. നമുക്കിപ്പോൾ ഒരു ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവർക്ക് ആ ടൈമിൽ പക്കയി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഡെവലപ്പിംഗ് സ്റ്റേജിലാവുണ്ട് അല്ല. അപ്പം എന്നാലും അത്രയും വലിയ ക്രൂഷ്യൽ സ്റ്റേജാണ്. അവിടെ നമ്മൾ റീൽസും വെച്ചിട്ട് റീൽസിലത്തെ ലാംഗ്വേജും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഇതാണ്. പിന്നെ വേറെ സംഭവം ഒരു കമ്മ്യൂണലായിട്ട് ഒരു ഗവൺമെൻറ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒരു ഇപ്പോൾ ഈ ചൈനയിലും മുടക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അവരെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ ടിക്ടോക്ക് ഇവിടെ നടക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കണ്ടന്റ് പറ്റുള്ളൂ. ഇവിടെ ടിക്ടോക്ക് പറഞ്ഞാൽ ഓക്കെ. അത് എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും കൊണ്ടുവരും. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഈ ഒരു അൽഗോരിതം ഇവിടെ പറ്റുള്ളൂ. മീൻസ് അൺപ്രൊഡക്റ്റീവ് ആയ ഒരു കാര്യങ്ങളും ഇടാൻ പറ്റില്ല. ബാൻ എടുത്ത് പറയുക. കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പൊ വന്നല്ലേ, പണ്ടുണ്ടായിരുന്ന കാര്യമൊന്നുമല്ലല്ലോ.
ഇല്ലേ പറ്റില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കാൻ എത്ര കോടി നഷ്ടം ഉണ്ടായാലും കാര്യമില്ല. അതിനും വലുതല്ല എന്ത് ഞങ്ങളെ യൂത്ത്. യൂത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും വലിയ അസറ്റാണ്. അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവണം. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനത്തെ രാജ്യങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നൂലാമാലകളുണ്ട്, നിയമത്തിൻ്റെ കുറേ വള്ളികളുണ്ട്. അതൊക്കെ മറികടന്ന് ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ പ്രശ്നമാണ്. അതിനോട് സംബന്ധിച്ച് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൺക്ലൂഷൻ പോലെ അത്ര പിന്നെ എനിക്ക് എന്താണ് ഐഡിയ ഉള്ളത്? എനിക്ക് എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ സെയിം പോയിന്റ്സ് തന്നെ. ഗവൺമെൻറ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കളിക്കാൻ പോകണമെങ്കിൽ തോട്ടങ്ങളും പാടങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ അതിന് വേണ്ടി പിള്ളേർക്ക് വേണ്ടി ഒരു ഫ്രീ ആയിട്ടുള്ള, അതായത് പബ്ലിക് ആയിട്ടുള്ള പാർക്സ് അതേപോലത്തെ ഗ്രൗണ്ട്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളിവിടെ കളിച്ചോന്ന് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മീൻസ് ഇല്ല. ഇപ്പൊ പിള്ളേർക്ക് പുറത്തിറങ്ങണമെന്ന് തോന്നിയാലും വേറെ മീൻസ് ഇല്ല. അതേപോലെ തന്നെ പിന്നെ പേരൻസിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായാൽ മാത്രമേ നിങ്ങളുടെ പിള്ളേർ നന്നാവുള്ളൂ. പേരൻസ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കും. പിന്നെ മോൻ നോക്കുമ്പോൾ ഡാ പോയിരുന്നു പഠിച്ച് ഫോൺ നോക്കണ്ട മതി. അങ്ങനെ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാന്ന് വെച്ചാൽ കൊച്ചിനറിയാം 5 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഫോണിലായിരിക്കും, പിന്നെ പോയി കൊച്ചു ഫോൺ നോക്കും. കൊച്ചിനെ വേറെ ആരും ശ്രദ്ധിക്കണല്ലോ. പണ്ടത്തെ കാര്യം എക്സാമ്പിൾ എടുക്കണം. പണ്ടമ്മ സീരിയലിലാവും, നമ്മളവിടെ നിന്ന് പണ്ടമ്മ സീരിയലിലാവും, നമ്മളവിടെ നിന്ന് എന്ത് ചെയ്യും? ആ ടൈമിൽ നമ്മളെന്ത് ചെയ്യും? വേറെ ഒന്നും പഠിക്കൂല. നമ്മൾ പഠിക്കാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ അവിടെ എന്തെങ്കിലും സംഭവം നമ്മൾ ആ സംഭവത്തിൽ ചെയ്യും. അതേപോലെ തന്നെ ഇന്നത്തെ അവസ്ഥ, അവർ മൊബൈലിലാണ്. പണ്ടത്തെ അമ്മമാർ സീരിയൽ കണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വലിയൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതിൽ. അതായിരുന്നു അതിൻ്റെ സൊല്യൂഷൻ. പിന്നെ അതിൽ പറയുകയാണെങ്കിലേ, ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരണം. അതായത് ഓരോ ജില്ലയിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഒരു ഗ്രൗണ്ട് നിർബന്ധമാണ്. ഒരു ഹോസ്പിറ്റൽ നിർബന്ധമുള്ള പോലെ, ഒരു പോലീസ് സ്റ്റേഷൻ നിർബന്ധമുള്ള പോലെ ഒരു ഗ്രൗണ്ട് നിർബന്ധമാണ് എല്ലാവർക്കും അവിടെ. എന്തിനു ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു PT പീരീഡ് എന്ന് പറയുമ്പോൾ ഈ കളിക്കണം, മീൻസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കളിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുക. പക്ഷെ ഇപ്പോഴത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു പീരീഡ് ഉണ്ടെങ്കിലും അവിടെ ക്ലാസ് അവിടെ ഞാൻ കണ്ട് റെക്കോർഡ് എഴുതി ഒട്ടിക്കുന്നു, ഡമ്പല്, അതേപോലെ സംഭവങ്ങള്. എന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് എനിക്ക് അറിയുന്നില്ല. അതിന്റെ റിലവൻസ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഏകദേശം കൺക്ലൂഡ് ചെയ്യാം അല്ലേ? കൺക്ലൂഡ് ചെയ്യാൻ അവസാനമായിട്ട് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, അതായത് 2 രീതിയിലുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം ബ്രെയിൻ റോട്ട് ആക്ടിവിറ്റീസ്, ബ്രെയിൻ റോട്ടായിട്ട് സ്കിബിഡി അത് ഇത് റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസും കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പേരൻസ് ആലോചിക്കേണ്ടതാണ് സ്വയമായിട്ട് അവർ വിലയിരുത്തുന്ന സംഭവമാണ്. അതായത് അവരെ മക്കൾ ഇതേപോലെ ഈ റീൽസിലും കാര്യങ്ങളൊക്കെ തോണ്ടി അവരെ അറ്റൻഷൻ സ്പാനും കുറഞ്ഞ് അവരെ ബ്രെയിൻ ഒരു രീതിയിലും ഡെവലപ്പ് ആവാണ്ട് അവർക്കൊരു ചെറിയൊരു കാര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ പറയുന്ന കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അത്രയും രീതിയിലുള്ള ബ്രെയിൻ മൊത്തത്തിൽ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടിനെയാണ് നിങ്ങൾ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഒരു നാളേക്കുള്ള, ഇപ്പം മറ്റേ അബ്ദുൽ കലാമൊക്കെ പറയുന്ന പോലെ ഇന്ത്യയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ യൂത്താണ്. ആ യൂത്തിനെ ഡെവലപ്പ് ചെയ്യാൻ ഓരോ അമ്മമാർക്കും അല്ലെങ്കിൽ ഓരോ പേരൻസിനും അതിലുള്ള പങ്കാണ് ചെറുതല്ല. അപ്പോൾ ഓരോ പേരൻസും അവർ സ്വയം വിലയിരുത്തുന്ന സംഭവമാണ്. അതായത് അവരെ കുട്ടികൾ അവർ ശരിയായ രീതിയിൽ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ ബ്രെയിൻ ഡൈല്യൂട്ടഡ് ആണോ, അവരെ ബ്രെയിൻ എത്രത്തോളം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഓരോ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിരിക്കും. ആ ടൈമിൽ നമ്മുടെ മൈൻഡ് ഫ്രഷ്, എന്ത് ബ്രെയിനിക്ക് വന്നാൽ അതവിടെ ഫീഡായിരിക്കും. പക്ഷെ ഇത് ഓരോ 15 സെക്കൻഡിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഓരോന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ഒരാളെ ഇതിൽ കേട്ട് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും. നമ്മളെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് ഇവോൾവ്ഡ് അല്ല. കാരണം സാധാരണ നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വേറൊരു സിനാരിയോ, അവിടുന്ന് കഴിഞ്ഞിട്ട് കുറേ നടന്നിട്ട് വേറൊരു പുറത്ത് പോകുമ്പോൾ വേറൊരു എൻവയോൺമെൻറ്റ്, അങ്ങനെ ആംബിയൻസും എല്ലാം ഗ്രാജുവലി നമ്മൾ ചേഞ്ച് ചെയ്യാം. പക്ഷെ റീൽസിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു എന്താണ് പറയുക വെടിക്കെട്ട് സാധനം, പിന്നെ ഒരു തുണ്ട്, അല്ലെങ്കിൽ അല്ല പിന്നെ ഒരു പെണ്ണ് കുലിക്കുന്ന സാധനവും, അപ്പോൾ നമ്മൾ മറ്റേ ആ ഒരു വികാരത്തിലെത്തി. പെട്ടെന്ന് അടിക്ക് പോകുമ്പോൾ വേറെ ഒരു സംഭവം ഡിപ്രസിങ്, അങ്ങനെ വേറെ പല രീതിയിലുള്ള സംഭവങ്ങൾ, പല മൂഡ്, പല രീതിയിലുള്ള സംഭവങ്ങൾ, വിഷമിക്കുന്നത്, ചിരിക്കണത്, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെ ഇത് മാറിക്കൊണ്ടിരിക്കും, കോൺടാക്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് എവോൾവ്ഡ് അല്ല. അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരും. അങ്ങനെ പല രീതിയിലും ഇത് ഗുണം ചെയ്യണില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്ന പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് പേരൻസ് തിരിഞ്ഞ് ചിന്തിക്കുന്ന സംഭവമാണ്, സ്വയം വിലയിരുത്തുന്ന സംഭവമാണ്. നിങ്ങളെ കുട്ടികളെ ഇതുപോലെ ബ്രെയിൻ റോട്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് നിങ്ങൾക്ക് വളർത്തേണ്ടത്. അതല്ല ഒരു നാളേക്കായിട്ടുള്ള ഒരു എന്താണ് പറയുക പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടി, ഒരു IIT-നോ അല്ല NIT-നോ, അതൊന്നും നമ്മൾ വലിയ കാര്യമൊന്നും പറയില്ല. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഒരു സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഈ കാരണം ഈ പാരന്റ് കയ്യിലാണ് കുട്ടിയുടെ ഒരു ഡെവലപ്പിങ്ങിന്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് സ്റ്റേജ് വരെ പാരന്റിന്റെ കയ്യിലാണ്.
അന്നേരം പേരന്റ് വേണം അതിൽ അത്യാവശ്യം മുൻകൈ എടുത്ത് അവരെ നീ പറഞ്ഞ പോലെ മറ്റേ ആപ്പും കാര്യങ്ങളൊക്കെ വെച്ച് മോണിറ്റർ ചെയ്യുക. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധ കൊടുക്കണം. അതായത് കുട്ടികൾ വേറെ ഒന്നിലേക്കും പോകണ പേരൻസ് എന്റർടൈനിങ് ആയിരിക്കണം. എന്നാലാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷനും ആ ഒരു ബന്ധവും റിലേഷനും അതെ പേരൻസ് എന്റർടൈനിങ് ആയിരിക്കണം. ആ ഒരു രീതിയിലോട്ട് അവരെത്തണം. പക്ഷെ ഇത് പേരൻസ് ഒരു എഫേർട്ട് ഇടണല്ലേ. പേരൻസ് ഭയങ്കര ബോറിംഗ് ആയിട്ട് ചുരുക്കി പറയണ. പേരൻസിന് തിരിച്ചടിയാവും. കാരണം ചെറുപ്പം മുതൽ അവർ പേരൻസ് എന്താ ചെയ്യണത്, പേരൻസ് ഒരു മുക്കിലിരിക്കണം, കുട്ടികളൊരു മുക്കിലിരിക്കണം. അപ്പോൾ കുട്ടികൾ അവിടെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ റീൽസ് നോണ്ടിരിക്കണം, പേരൻസ് ഇതുപോലെ റീൽസ് നോണ്ടിരിക്കണം. അവസാനം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഈ പേരൻസ് വയസ്സായി. പേരൻസ് വയസ്സാകുമ്പോൾ കുട്ടികൾ പറയാം, പേരൻസ് പറയണേ നിന്നെ നോക്കാൻ നീയേ ഉള്ളൂ പറയുമ്പോൾ നീ ഏതായിരിക്കും, നിന്നെ ഞാൻ എപ്പോഴാണ് കാണുന്നത്. അതായത് ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ ഒരു രീതിയിൽ കണക്ഷൻ ഇല്ല. നമ്മളിപ്പോൾ നമ്മളെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമുണ്ട്. ആ വികാരം അവിടെ ശക്തിപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഓരോ ഓർമ്മകളാണ്. നമുക്ക് ചെറുപ്പം മുതലുണ്ടായ ഓരോ ഓർമ്മകൾ. ഇവിടെ മെമ്മറീസ് ഇല്ല. മെമ്മറീസ് പറഞ്ഞാൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞു. രാവിലത്തെ ഗുഡ് മോർണിംഗ് രാത്രിത്തെ സംഭവം മാത്രമേ ഉള്ളൂ. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ മെമ്മറീസ് പോയി. അങ്ങനത്തെ മെമ്മറീസ് അവർ തമ്മിൽ ഉള്ളൂ. ഒരു രീതിയിലും ഈ നോക്കി നോക്കും, ഒരു ആവറേജ് കുട്ടിക്ക് അമ്മേനായിട്ട് എന്ത് മെമ്മറീസ് ഉള്ളൂ, ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛന് ഫേസ്ബുക്ക് എടുത്ത് കൊടുക്കാൻ പറയുന്ന ഒരു സമയത്ത് അച്ഛൻ പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ കൂട്ടുകാരൻ ഇതിലുണ്ടോ നോക്ക്. അങ്ങനെയാണ് ആദ്യം ഫേസ്ബുക്ക് എടുക്കാൻ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ വീഡിയോസ് കാണാൻ, റീൽസ് പോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി അത് എടുക്കണേ. പർപ്പസേ മാറി അവിടെ.